ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ശ്രീമദ് ഭാഗവതം തുടരുകയാണ്. കുറച്ച് യാത്രയിലായിരുന്നു. സത്സംഗത്തിലുള്ള ഭക്തർക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദം സഹഗണലളിത ശ്രീവിശാഖാൻവിതം ച നമാം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകൃതാദാമദായ നഗരഗ്രാമതാരിണി നമാം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി വിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി നമാം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി ശിവാഷഭാനവി ദേവി ദയിതായ കൃപാബ്ദി കൃഷ്ണസംബന്ധ വിജ്ഞാന ദായിനി പ്രഭുവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാലിക ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനിക വൃദ്ധപസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംഭൂതേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവരണ്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനി ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. വേദാം സുരതോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്വ പാദാംബുജോ രാധാ മദനമോഹനോ ദിവ്യദ്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാദഭ്യ സേവ്യമാനോ സ്മരാം. ശ്രീമണ്ഡാസരസാരംഭീവം ശ്രീപടത്തരസ്ഥിത കർഷൻ വേണുസ്വനൈർഗോപീർഗോപീനാഥസ്യൈസ്തവ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി हरिप्रिय प्रणमामि हरि. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे. मुगं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം 24-ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ സത്സംഗത്തിൽ 23 അധ്യായം വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ ദേവഹൂതി ദേവി മകനായ
സാക്ഷാൽ ഭഗവാൻ കപിലമുനിയോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് ആ അതീന്ദ്രിയ ജ്ഞാനം നൽകി എന്നെ മായാമോഹനത്തിൽ നിന്ന് മുക്തയാക്കണം എന്നുള്ള അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്. അപ്പോൾ ആ ഒരു അഭ്യർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഭഗവാൻ എന്താണോ പറയുന്നത് അതാണ് സാഖ്യയോഗം സിദ്ധാന്തം. നമുക്ക് നോക്കാം എന്താണ്. ആദ്യത്തെ ശ്ലോകം. മൈത്രേയോവാച നിർവേദവാദിനീമേവം മനോൽ ദുഹിതരം മുനി ദയാലുശാലിനീമാഹ ശുക്ലാഭി വ്യാഹൃതം സ്മരൻ. ഒരു മിനിറ്റ്. ക്ഷമിക്കണം, നമുക്ക് അതല്ലായിരുന്നു. ഒരു മിനിറ്റ്. ഇരുപത്തഞ്ചാമത്തെ അധ്യായം. ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. ഇരുപത്തഞ്ചാമത്തെ അധ്യായം 14ാമത്തെ ശ്ലോകം. ഭഗവാൻ പറഞ്ഞു തുടങ്ങിയാണ്, ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം ആ പുരാതനമായിട്ടുള്ള യോഗ പദ്ധതി, പല ഋഷിമാർക്കും അറിയാവുന്ന യോഗ പദ്ധതി. അത് വളരെ പ്രാവർത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഛേദാ കൽവസ്യ ബന്ധായ മുക്തായ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയെ. 25ാമത്തെ അധ്യായം 15ാമത്തെ ശ്ലോകം. ഒരു ജീവാത്മാവിൻ്റെ ബോധം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ അത് ബദ്ധാവസ്ഥയും, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മഗ്നമായിട്ടിരിക്കുമ്പോൾ അത് മുക്താവസ്ഥയാണ്. ഇത് നമ്മൾ പഠിച്ചിരുന്നു. 16ാമത്തെ ശ്ലോകം. ശ്ലോകമാണ് ഇന്ന് മുതൽ എടുക്കേണ്ടത്. അഹം മമാഭിമാന ഉത്ഥൈ അഹം അഭിമാനൗത്ഥൈ കാമലോഭാദിവിർമലൈ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. ഇതിൽ പറയുന്നു, ഒരു വ്യക്തി എപ്പോഴാണോ കാമത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അശുദ്ധിയിൽ നിന്നും ശുദ്ധമാകുന്നത്, അതും ഇതിൻ്റെ ഉദ്ഭവം എന്തിൽ നിന്നാണ്? മിഥ്യാധാരണയിൽ നിന്നും. ഞാൻ ശരീരമാണെന്നുള്ള ആ മിഥ്യാധാരണയിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ എൻ്റേത് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഞാനെന്ന ഭാവവും എൻ്റേതെന്നുള്ള ഭാവവും. അപ്പോൾ ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണെന്നും
ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാം എൻ്റേതാണ് എന്നുള്ള മിഥ്യാധാരണ, അതിൽ നിന്ന് ഒരു വ്യക്തി ശുദ്ധമാകണം. ഇതിൽ നിന്നും, ഞാനെന്നും എൻ്റേതെന്നുള്ള മിഥ്യാധാരണയിൽ നിന്നും ശുദ്ധമാകുമ്പോൾ കാമവും അത്യാഗ്രഹവും തീരും. ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുമ്പോൾ, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ അത് കാമമാകുന്നു. ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുമ്പോൾ, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റേതാണെന്ന് ചിന്തിക്കുമ്പോൾ അത്യാഗ്രഹം വർദ്ധിക്കുന്നു. അതായത് എൻ്റെ വസ്തുവകകളെ കൂട്ടാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ആ തെറ്റിദ്ധാരണകളിൽ നിന്നും പുറത്തു വരുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. ആ പരിശുദ്ധ അവസ്ഥയിൽ ആ വ്യക്തി ഭൗതിക സുഖമെന്നും ദുഃഖമെന്നും പറയുന്ന ആ തെറ്റിദ്ധാരണയിൽ നിന്നും ഉയരും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് ഈ 2 ശ്ലോകം, 15ാമത്തെ ശ്ലോകവും 16ാമത്തെ ശ്ലോകവും എത്ര മനോഹരമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിനു മുമ്പേ 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന, പുണ്യവതിയായ അമ്മേ, ഞാൻ അമ്മയ്ക്ക് ആ പുരാതനമായിട്ടുള്ള യോഗ പദ്ധതി പറഞ്ഞു തരാം. ഇതിനു മുമ്പേ ഞാൻ പല ഋഷിമാർക്കും പറഞ്ഞു കൊടുത്തതാണ്. അത് വളരെ അധികം പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം പുരാതനമായിട്ടുള്ള കാര്യം, അതും പല ഋഷിമാർക്കും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ദേവഹൂതി ദേവിക്ക് ഭയം തോന്നിക്കാണും, ആശങ്ക ഉണർന്നു കാണും. ഇത്രയും അമൂല്യമായിട്ടുള്ള അറിവ് എനിക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ നമ്മൾ സത്സംഗത്തിൽ എല്ലാവരോടും നാമം ജപിക്കുകയും സത്സംഗം കേൾക്കുകയും ഭഗവാന് വേണ്ടി കൂടുതൽ സേവനം ചെയ്യാൻ പറയുമ്പോൾ എല്ലാവർക്കും അത് പ്രാക്ടിക്കലായിട്ട് തോന്നത്തില്ല. സ്വാമിജി, ഈ വീടും കുടുംബവും ആ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ഇത് ചെയ്യണ്ടേ? കൃഷ്ണൻ ക്ഷമിക്കണം, ഒരു കാര്യം അർജൻറ്റായിട്ടോ. അപ്പോൾ ദേവഹൂതി ദേവിയുടെ ചോദ്യങ്ങൾ എന്നെ ഈ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്തനാക്കൂ എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഭഗവാൻ ആദ്യം പറഞ്ഞു തരുന്നത് എന്താണ് ബദ്ധാവസ്ഥ, എന്താണ് മുക്താവസ്ഥ. ബദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ജീവാത്മാവ് ത്രിഗുണങ്ങളിൽ ആസക്തരായിട്ടിരിക്കുന്നു. അതായത് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത ഏതൊരു കാര്യത്തിലും നമ്മുടെ മനസ്സ് മഗ്നമായിട്ടിരിക്കുന്നുണ്ടോ, നമ്മൾ ബദ്ധാത്മാവാണ്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ മഗ്നമായിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ മുക്താവസ്ഥയിലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഭഗവാനായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മൾ മഗ്നമായിട്ടിരിക്കുമ്പോൾ അത് ബദ്ധാവസ്ഥ, അത് ബന്ധനത്തിന് കാരണമാകും. ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട ആസക്തി വർദ്ധിക്കും, അതിൽ നിന്നുള്ള പ്രതീക്ഷ വർദ്ധിക്കും, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, ടെൻഷൻ, ആൻസൈറ്റി. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഭഗവാനായിട്ട് ബന്ധപ്പെടാത്തതാകുമ്പോൾ അതിൻ്റെ ഫലത്തിനോട് ആസക്തി കൂടും. അത് ഇങ്ങനെ ആകണം, ഇങ്ങനെ ആയില്ലെങ്കിൽ എന്താവും, അങ്ങനെയുള്ള ടെൻഷൻ നമ്മുടെ ഉള്ളിൽ കൂടി 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 അതിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷകൾ, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച്, അന്നേരം ഇതാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിലങ്ങ് ആയിപ്പോവും. ഒരു ഊരാക്കുടുക്ക്, ഒരിക്കലും തുറക്കാത്ത ഒരു പൂട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കയറിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഇതൊന്നും നമുക്കൊരു സന്തോഷം നൽകുന്നില്ല, സമാധാനം നൽകുന്നില്ല, പക്ഷെ എന്നിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥ. അതിനെയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ എല്ലാവർക്കും അറിയാം. ആർക്കാ അറിയാത്തത്? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ അവർ ബദ്ധാവസ്ഥയിലാണ്.
അതായത് ബദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ താല്പര്യം ഇല്ല, പക്ഷെ എന്നിട്ടും ചെയ്യേണ്ടി വരുന്നു. അതിനെ കർത്തവ്യം എന്നും പറയാൻ കഴിയില്ല, പെട്ടുപോയി എന്നാണ് പറയാൻ കഴിയുക. അപ്പോൾ കർത്തവ്യം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണെങ്കിൽ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആസക്തി പാടില്ല. അതായത് ഒരു ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ ഹസ്ബൻഡിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭാര്യ നിറവേറ്റണം, ഭാര്യയോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭർത്താവ് നിറവേറ്റണം, മക്കളോടുള്ള ഉത്തരവാദിത്തം അച്ഛനമ്മമാർ നോക്കണം, അച്ഛനമ്മമാരുടെ കാര്യം മക്കൾ നോക്കണം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിൻ്റെ ചെലവ് നടത്താൻ വേണ്ടിയുള്ള ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗം തിരഞ്ഞെടുക്കണം. പക്ഷെ ഇതാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇതിനപ്പുറത്തായിട്ടൊന്നും ഇല്ല എന്ന് കരുതി ഇത് തന്നെ, അതായത് നമ്മൾ നാമം ജപിക്കാൻ പറയുമ്പോഴും ആ സമയമില്ല, ഭഗവാനുടെ സേവനം ചെയ്യുമ്പോൾ സമയമില്ല, അത് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതായത് ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ പോവാറുണ്ട്, അമ്പലങ്ങളിൽ പോയി നമ്മൾ വഴിപാടുകൾ ചെയ്യാറുണ്ട്, അതാണ് ആധ്യാത്മികത എന്ന് വിചാരിക്കരുത്. പൊതുവേ ഏതെങ്കിലും ഒരു ആചാര്യൻ നമ്മളോട് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കുന്നത്. അതായത് ആ വ്യക്തി കാശിന് വേണ്ടിയാണ് വന്നത്, കാശിന് വേണ്ടിയാണ് ആ വ്യക്തി ജപിക്കാൻ പറയുന്നത്, അതായത് നാമം ജപിക്കുകയും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ വ്യക്തിയുടെ ആ ഓർഗനൈസേഷനായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പം പിന്നെ അതുമായിട്ട് ഒരു പ്രോസസ്സിലേക്ക് കയറും, പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടാവും. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അത് കാരണം അവർ ആ ഒരു ആചാര്യൻ പറയുന്ന ഗുരു പരമ്പര വാക്കുകളെ ചിലപ്പം സ്വീകരിക്കത്തില്ല. പക്ഷേ അടിയൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗുരു പരമ്പര വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ആധികാരികമായിട്ടുള്ള ഏത് ഗുരു പരമ്പര വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അത് ഗോലോകൻ ട്രസ്റ്റിൽ നിന്ന് തന്നെ ആകണമെന്നില്ല. നിങ്ങൾക്ക് ഏത് പരമ്പര വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, പക്ഷെ തിരഞ്ഞെടുത്തിരിക്കണം. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ശിക്ഷണങ്ങൾ സ്വീകരിച്ച് ആ ശിക്ഷണങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ലാഭം. അപ്പോൾ ആധികാരികമായിട്ട് ഏതൊക്കെ ഗുരുശിഷ്യ പരമ്പരകളാണ് ഉള്ളത്? 4 ഗുരു സമ്പ്രദായങ്ങളുണ്ട്. ബ്രഹ്മസമ്പ്രദായം, രുദ്രസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം. അപ്പോൾ ഗോലോക ട്രസ്റ്റ്, ഹരേകൃഷ്ണ പ്രസ്ഥാനം, ഇത് ബ്രഹ്മം അഥവാ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്, ആ ഒരു പരമ്പരയെ തിരഞ്ഞെടുക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു പരമ്പര തിരഞ്ഞെടുത്താലാണ് നിങ്ങളുടെ ജീവിതം സാർത്ഥകമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ഒരു ഗുരുശിഷ്യ പരമ്പര തിരഞ്ഞെടുത്തേ പറ്റൂ. പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടിലെ ഒരു രീതി അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തോന്നുമ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നു, നമ്മൾ പൂജാ വഴിപാടുകൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതാണോ യഥാർത്ഥ ആധ്യാത്മിക ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചില വ്യക്തികളാണെങ്കിൽ ഓൾറെഡി ഒരു പരമ്പര അനുസരിച്ച് ദീക്ഷ ഉപനയനം കഴിഞ്ഞവരാണെന്ന് സ്വയം വിശ്വസിക്കുന്നു. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരും അതൊക്കെ ഉദാഹരണത്തിന് നമ്പൂതിരി കുലത്തിൽ ജനിച്ച വ്യക്തികൾ, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച വ്യക്തികൾ, അവർക്ക് ഓൾറെഡി ഉപനയനം കഴിഞ്ഞു എന്ന് അവർ വിചാരിക്കുന്നു. ശരിയാണ്, ഉപനയനം കഴിഞ്ഞു, പക്ഷെ അത് പൂജാതി മന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഉപനയനമാണ്. പക്ഷേ അതിലൂടെ വേദമന്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഈ ഭക്തി മാർഗത്തിൽ നമ്മൾ ദീക്ഷ എടുത്തിരിക്കണം. ഭക്തി മാർഗത്തിലുള്ള ദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി പരമ്പര. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതല്ലേ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റൂ. എന്നാലും നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകണം എങ്കിൽ ഭക്തി മാർഗം സ്വീകരിച്ചേ പറ്റൂ. ബാക്കിയെല്ലാം വൈദിക മാർഗമാണ്. ഭക്തി മാർഗം എന്ന് പറഞ്ഞാൽ ഭാഗവത മാർഗം. ഭാഗവതം പാരായണം ചെയ്തുകൊണ്ടോ, ഭാഗവത സപ്താഹം എടുക്കുന്നതുകൊണ്ടോ, ഭാഗവത സപ്താഹ ആചാര്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ വ്യക്തി ഭക്തനാകണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാഗവത്തെ 2 രീതിയിൽ പഠിക്കാം. നമ്മൾ ഒരു പുസ്തക രീതിയിൽ പഠിക്കാം, പക്ഷേ നമുക്ക് ആ ഭക്തി ഭാവത്തോടു കൂടി പഠിക്കണം. അന്നേരം ഭാഗവത്തിലെ ആ ഭാവം മനസ്സിലാക്കാതെ ഭാഗവതം മനസ്സിലാക്കാൻ കഴിയില്ല.
ഇപ്പോൾ നമ്മളൊരു കവിത വായിക്കുകയാണെങ്കിൽ ആരാണ് ആ കവിത എഴുതിയത്, ആ എഴുതിയ വ്യക്തിക്കല്ലേ അറിയത്തുള്ളൂ അതിലെ കാവ്യത്തിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം എന്താണെന്നും ആന്തരിക അർത്ഥം എന്താണെന്നൊക്കെ ആ വ്യക്തിക്കല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതേപോലെ നമ്മൾ ഭാഗവത ശ്ലോകങ്ങൾ അതിലെ ഭാവം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭാഗവതം എഴുതിയ വ്യക്തിയോട് തന്നെ ചോദിക്കണം. അത് വ്യാസമഹർഷിയാണ്. 4 പരമ്പര തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരുമോ? ഓക്കെ, 4 പരമ്പരയിൽ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് പകരം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സാമ്യതയാണ്. ഇത് 4 വൈഷ്ണവ സമ്പ്രദായമാണ്. വൈഷ്ണവ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ആ ആധികാരികതയെ അംഗീകരിക്കുന്ന സമ്പ്രദായം. 4 സമ്പ്രദായം. ഇപ്പോൾ ബ്രഹ്മ മാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം അതാണ് നമ്മുടേത്. മറ്റ് സമ്പ്രദായങ്ങൾ രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, ഇതിലെല്ലാം ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ രുദ്ര സമ്പ്രദായവും ശ്രീ സമ്പ്രദായം പ്രത്യേകിച്ചും തിരുപ്പതി, ശ്രീരംഗം അങ്ങനെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വലിയ പൊട്ടിട്ട് ഇങ്ങനെയുള്ളവർ. അവർ ഈ 4 സമ്പ്രദായക്കാരും ഉള്ളി വെള്ളുള്ളി കഴിക്കത്തില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കത്തില്ല, 4 യവനങ്ങൾ പാലിക്കുന്ന ഭക്തരാണ് ഇവർ. 4 സമ്പ്രദായങ്ങൾ വൈഷ്ണവ സിദ്ധാന്തം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും ഇവരൊക്കെ. രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം കൂടുതൽ നമുക്ക് നോർത്തിലും ഗുജറാത്ത് സൈഡിലെ ആ ഭാഗത്തോട്ടാണ് കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ സ്പ്രെഡായിട്ടിരിക്കുന്നത് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ്, ഗോഡി ഓഫ് സമ്പ്രദായം. അതാണ് വേൾഡ് വൈഡ് റീച്ച് ഉള്ളത്. പക്ഷേ പുരാതനമായിട്ട് ഇപ്പോൾ മധ്വ സമ്പ്രദായം കൂടുതലും ഉടുപ്പി അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ 4 സമ്പ്രദായങ്ങളും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്, സ്ട്രോങ് ഇൻ ദ സെൻസ് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേകൃഷ്ണ പ്രസ്ഥാനമാണ്. ഹരേകൃഷ്ണ പ്രസ്ഥാനം എന്ന് അടിയൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ ഗൗഡിയ മഠവും വരും. ഗൗഡിയ മഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറുടെ ശിഷ്യരിലൂടെയുള്ള പരമ്പര. പക്ഷെ അത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഉണ്ടായിരുന്ന സമയത്ത് വളരെ വ്യാപകമായിട്ട് പ്രചരണം നടന്നിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം നടക്കുന്നുണ്ട്, പക്ഷെ അതിന് ഒരു പരിമിതികളുണ്ട്. പക്ഷെ ഒരു സംശയമില്ല, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യൻ പ്രഭുപാദ്ജി തന്നെയാണ്. അതിൻ്റെ അകത്ത് ബാക്കി ആരും യോഗ്യതയില്ലാത്തവരോ കഴിവില്ലാത്തവരോ എന്നല്ല, ഭഗവാൻ തിരഞ്ഞെടുത്ത ഒരാചാര്യൻ, നമ്മുടെ കലിയുഗത്തിലെ എന്താ പറയുന്നത് ലേറ്റസ്റ്റ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ പ്രഭുപാദ്ജിയാണ്. അതിലൊരു സംശയമില്ല. ആചാര്യൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെല്ലാവരും ആചാര്യൻ എന്ന് പറയുന്നു. ഒരർത്ഥം ആചരിക്കുന്നവൻ എന്നാണെങ്കിലും പ്രധാനമായിട്ടും ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ അതിന് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഒരു ആചാര്യൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപ്ലവം സൃഷ്ടിക്കും ആ വ്യക്തി. ഇതുവരെയും ആരും ചെയ്യാത്തൊരു പുതുമ കൊണ്ടുവരും. പിന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതും. ആ വ്യക്തി ഉണ്ടാക്കുന്ന പ്രസ്ഥാനം ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഇത് ശ്രീ സമ്പ്രദായത്തിലെ ഒരു ആചാര്യൻ എഴുതിയതാണ്. ഒരു ആചാര്യൻ എന്നൊരു പദവി ഒരാൾക്ക് കിട്ടണമെങ്കിൽ അതിൽ വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു വിപ്ലവം സൃഷ്ടിക്കുക, അതാണ് ഏറ്റവും, അതായത് കൂടുതൽ പേർക്കും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു തുടക്കം ഉണ്ടാക്കും. അതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വഴിയില്ലാത്തടത്ത് കാടൊക്കെ വെട്ടിത്തെളിച്ചൊരു വഴി ഉണ്ടാക്കും. അതാണ് ഒരു ആചാര്യൻ്റെ ജോലി. ആരും പോകാൻ മടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു പുതിയൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അത് ആ പാത പിന്തുടർന്ന് ഒരുപാട് പേരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു സംശയമില്ല, ഈ ഒരു കലിയുഗത്തിലെ ലേറ്റസ്റ്റ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ പ്രഭുപാദ്ജിയാണ്. ഒരു സംശയമില്ല, അതിനപ്പുറം ഒരാചാര്യനില്ല. ലോകമെമ്പാടും ഭഗവാന്റെ സന്ദേശത്തെ ഇത്രയും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാരും പ്രഭുപാദ്ജി കണ്ടിട്ടില്ല. പക്ഷേ പ്രഭുപാദ്ജിയുടെ അതിമനോഹരമായിട്ടുള്ള ശിഷ്യരിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രചോദനം കിട്ടുകയാണ് പ്രചരണം ചെയ്യാനായിട്ട്.
ഇപ്പോൾ ശിവപ്രഭുപാജിക്ക് ജയ, അത് അൾട്ടിമേറ്റ് ആചാര്യനാണ്. അപ്പോൾ അതാണ് ഒരു ആചാര്യം എന്ന് പറയുന്നത്. അന്നേരം മറ്റേത് സമ്പ്രദായത്തെക്കാട്ടിയും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയിൽ പുരോഗമിക്കാൻ, നമ്മളത് ഏത് കുലത്തിൽ ജനിച്ചവരാണെങ്കിലും, നമ്മൾ നമ്പൂതിരി കുലമാണെങ്കിലും ബ്രാഹ്മണ കുലമാണെങ്കിലും മറ്റേതെങ്കിലും ബ്രാഹ്മണ കുലമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് തുലു ഫാമിലീസ് ഉണ്ട്, കൊങ്കണീസ് അവരൊക്കെ, അല്ലെങ്കിൽ പിന്നെ നായർ, ഈഴവർ, SNDP, അങ്ങനെ പിന്നെ മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവന്, മുസ്ലിം, ക്രിസ്ത്യൻ, ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നമുക്ക് ആധ്യാത്മിക പുരോഗതി വേണോ, നമുക്ക് ഈ ബ്രഹ്മമാധവ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യണം. കാരണം നമ്മൾ മറ്റേത് പ്രോസസ്സ് ഫോളോ ചെയ്താലും അതിൽ ഹരിനാമമില്ല. കാരണം ഒരു ഗുരുവിൽ നിന്നും നമുക്ക് ഹരിനാമം ലഭിക്കണം, നമ്മൾ ആ നാമം ജപിച്ച് തുടങ്ങണം. അപ്പോൾ നമ്മൾ വിചാരിക്കും നാമം എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ, അപ്പോൾ പിന്നെ ജപിച്ചാൽ പോരെ. അല്ല, ജപിക്കുന്ന ഒരു ഭക്തനിൽ നിന്നും ആ നാമം നമുക്ക് കിട്ടണം. അപ്പോൾ എന്ത് പറ്റും, ആ നാമം തുറന്നിരിക്കും. നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ ഫോൺ ലോക്ക്ഡായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണിൻ്റെ ഫീച്ചേഴ്സ് കാണാൻ പറ്റത്തില്ല. അതേപോലെ ഒരുപാട് പേര് നാമം ജപിക്കുന്നുണ്ടെങ്കിലും ആ നാമം, ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ദീക്ഷ ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ നാമത്തിനോടുള്ള താല്പര്യം വർദ്ധിച്ചത്. എത്രയോ, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും എത്രയോ കാലങ്ങളായിട്ട് നാമം ജപിച്ചു കാണും അല്ലേ, നാരായണ, ഗോവിന്ദ, കൃഷ്ണ എന്നൊക്കെ ജപിച്ചു കാണും, ഹരേ കൃഷ്ണ മന്ത്രം തന്നെ ജപിച്ചു കാണും ദീക്ഷ എടുക്കുന്നതിന് മുമ്പേയൊക്കെ. പക്ഷേ ദീക്ഷയിലൂടെ നിങ്ങൾക്ക് ആ തിരുനാമം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫാസ്റ്റായിട്ടൊരു മാറ്റം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ, ഭഗവാനോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ, അതാണ് ഹരിനാമ ദീക്ഷയുടെ മഹത്വം. അതായത് ആ ഒരു പരമ്പരയിലൂടെ ഹരിനാമം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് ഭഗവാൻ അനുവദിക്കുകയാണ് നിങ്ങളെ ജപിക്കാനായിട്ട്. ജപിക്കാൻ ആർക്കും പറ്റും, ഭഗവാൻ അത് സന്തോഷമുള്ളൂ. അപ്പം ദീക്ഷ എടുക്കുന്നതിന് മുമ്പേ ഉള്ള ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഭഗവാനെയും ഗുരു പരമ്പരയും പ്രൂവ് ചെയ്യുകയാണ്. അതായത് എനിക്ക് ജപിക്കാൻ താല്പര്യമുണ്ട്, ജപിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങയുടെ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊരു ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ തൃപ്തരായ ഗുരു പരമ്പര നമുക്ക് ആ ദീക്ഷ നൽകുമ്പോൾ അത് ഭഗവാൻ അനുവദിച്ച് നൽകുന്ന നാമമാണ്. അപ്പോൾ എന്ത് പറ്റും, നാമത്തിൻ്റെ ഫലം കൂടുതലായിരിക്കും, കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ നിലവാരത്തിലുള്ള നമ്മൾ മൊത്തത്തിൽ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാം. നമ്മൾ ഏതൊരു കുലത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമ്പ്രദായം, ഈ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് ഏത് സമ്പ്രദായത്തിലൂടെയാണ് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയുന്നത്, അതായത് പ്രധാനമായിട്ടും ഹരിനാമം ലഭിക്കണം. ആ ഹരിനാമം ലഭിച്ച് 4 യമനിയമങ്ങളും പാലിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ എല്ലാം റെഡിയാവും. അപ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനം ഗോലോകം ട്രസ്റ്റ് ആ ഒരു ബ്രഹ്മമാധവ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ വരുന്നു. അടിയൻ്റെ ഗുരു പരംപൂജ്യ ജയപതാക സ്വാമി ഗുരു മഹാരാജ്, അതിനുശേഷം അടിയൻ സന്യാസം എടുത്തു. അതും ഗുരു മഹാരാജിൻ്റെ കാരുണ്യത്താൽ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വരുന്ന സന്യാസ ഗുരുവിൽ നിന്ന് ഭക്തിനിലയ സ്വാമി മഹാരാജിൽ നിന്നാണ്. അദ്ദേഹം അങ്ങനെ സന്യാസം സ്വീകരിച്ച് അടിയൻ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിയൻ ഈ പരമ്പരയിലൂടെ ഹരിനാമം നൽകുന്നു, ദീക്ഷ നൽകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ദീക്ഷ എടുക്കാൻ ആർക്കും 1 രൂപ പോലും തരേണ്ടതായിട്ടില്ല. എല്ലാവർക്കും അത് ഫ്രീ ആണ്. ഭഗവാന്റെ തിരുനാമം ആർക്കും ജപിക്കാം. 4 യമനിയമങ്ങൾ പാലിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാം. പിന്നെ അടിയൻ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഏതൊരു പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു വീട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചിലവ് കാണത്തില്ലേ, അതേപോലെ ഈ ആശ്രമം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി, അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ
ചിലവുകളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവരണം, അതായത് ഈ ഒരു പ്രോസസ്സ്, ദീക്ഷ എല്ലാവർക്കും ലഭിക്കാനും ഭഗവാന്റെ നാമം എല്ലാവർക്കും ലഭിക്കാൻ എല്ലാവർക്കും അവസരം കിട്ടണം, എല്ലാവർക്കും കാരണം നമ്മൾ ആരുടെയും കുലം അതൊന്നും നോക്കാറില്ല. ആർക്കും ഭഗവാന്റെ കാര്യത്തിൽ ആർക്കാണോ താല്പര്യം അവർക്കൊക്കെ ഈ ഒരു പദ്ധതി സ്വീകരിച്ച് ഭക്തിയിൽ പുരോഗമിക്കാം. കലിയുഗത്തിൽ നാമം ജപിക്കാതെ ആർക്കും ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയില്ല. ആ നാമജപത്തിൻ്റെ മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻ ചോദിക്കുന്നത്. അതും കമ്പൽസറി ആയിട്ട് ചോദിക്കുന്നത്. എല്ലാം അവരുടേതായിട്ടുള്ള തന്നിഷ്ടം പോലെ അവർക്ക് എന്തെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലേ? പിന്നെ ഇപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹത്താൽ അങ്ങനെ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നു. അത് വേണ്ടി നമുക്ക് അത്രയും വലിയൊരു തുക വേണം. അതിന് വേണ്ടിയാണ് എല്ലാവരോടും ചോദിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പോലും ചോദിക്കാറില്ല. ഈ ഒരു ശിക്ഷണങ്ങൾ, ഈ ഒരു ദീക്ഷ, ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അന്നേരം ഒരു രൂപ പ്രതീക്ഷിച്ചിട്ടോ ഒരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചിട്ടോ അല്ല അടിയൻ ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് എന്നെ അറിയാവുന്നവരാണ്. പക്ഷെ എന്നാലും ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അതായത് എന്താണ്, കാരണം നമ്മൾ ഈ പ്രോസസ്സ് സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. ഈ വ്യക്തി വരുന്നത് അവർക്ക് എന്തെങ്കിലും കാശില്ല. കാരണം അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്ത് എല്ലാവരും അങ്ങനെയാണെന്നാണ് നമ്മുടെ വിചാരം. കാരണം ഒരു 10-20 ആൾക്കാരെ നമ്മൾ കള്ളന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വ്യക്തിയെ കണ്ടാലും അവനും കള്ളനാണെന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് പകരം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ഒരു 4 സമ്പ്രദായം ഗുരുവായൂരപ്പൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരു സമൂഹത്തിന്, കലിയുഗത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ 4 സമ്പ്രദായങ്ങളും. അന്നേരം ഈ 4 സമ്പ്രദായത്തിൽ ഇപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ്. ആ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ കുറച്ച് സെൻറ്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും ഗുരുവായൂർ ആസ്ഥാനമായി ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ കുറച്ചും കൂടെ വിപുലീകരിച്ച് പ്രചരണം ചെയ്യുന്നത് ഗോലോകൻ ട്രസ്റ്റാണ്. അത് അടിയനെ ഭഗവാൻ ഒരു നിമിത്തമാക്കി എന്ന് ഞാൻ കരുതുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ, ശ്രീമതി രാധാറാണിയുടെ കാരുണ്യത്താൽ ആ പ്രചരണം നടന്നു പോകുന്നു എന്നാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി. അപ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഭഗവാനെക്കുറിച്ചുള്ള സന്ദേശം നൽകുക. കാരണം പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. നമ്മളിവിടെ ഇരിക്കേണ്ടവരല്ല, നമ്മൾ ഭഗവാന്റെ ലോകത്ത് തിരിച്ചു പോകേണ്ടവരാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, കാലാകാലം നമ്മൾ ഇവിടെ തന്നെ തുടരുമോ? ഇല്ല. ഒരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. നമ്മൾ ജനിച്ചോ ഒരു ദിവസം മരിക്കേണ്ടതായിട്ടുണ്ട്. ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ എവിടെയായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. മരിച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകും അത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ജനനം മുതൽ മരണം വരെയുള്ള ഈ യാത്രയാണ് അടുത്ത ജന്മത്തെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ജന്മം നമുക്കൊരു അവസരമാണ്. നമ്മൾ ഈ ലോകമാണ് എല്ലാം എന്ന് കരുതി ജീവിക്കാതെ ഇതിനപ്പുറത്തായിട്ടുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിക്കണം. കാരണം ഈ ശരീരമാണ്, അതാണ് ഇവിടെ കപിലമുനി പറയുന്നത്, ഈ ശരീരമാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുന്നത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു, ഈ ശരീരത്തിന് സുഖം നൽകാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു, ഏതറ്റം വരും പോകും നമ്മൾ ഈ ശരീരത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി. പക്ഷേ നമ്മൾ ഈ ലോകം വിട്ടു പോകുന്ന സമയത്ത് ഈ ശരീരം പോലും നമുക്ക് ഉപേക്ഷിക്കണം. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും. അന്നേരം ഒരു നിമിഷമെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കും ഒരു ഗുരു പരമ്പരയുടെ ആവശ്യകത എന്താണ്. പക്ഷേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഉയർന്ന ചിന്താഗതി വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഉയർന്ന ബോധം വേണം. ഉയർന്ന ബോധം വേണമെങ്കിൽ ഉയർന്ന ഗുണങ്ങൾ വേണം. അതായത് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഇരിക്കുന്ന വ്യക്തികൾക്ക്
സാത്വിക ചിന്ത, സാത്വിക ആഗ്രഹങ്ങൾ ഇതൊന്നും വരത്തില്ല. ശരീരബോധത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല. അപ്പോൾ സത്വഗുണത്തിലിരിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു സത്സംഗമായിട്ട് ബന്ധപ്പെടാൻ എങ്ങനെ താല്പര്യം തോന്നി? കാരണം നിങ്ങളുടെ ഉള്ളിൽ സത്വഗുണമുണ്ട്. സത്വഗുണത്തിൻ്റെ ആ ഒരു പ്രഭാവത്താലാണ് നിങ്ങളെല്ലാം സാത്വികരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സത്സംഗത്തിൽ താല്പര്യം തോന്നിയതും, ആ സത്സംഗം കേൾക്കാൻ തോന്നിയതും, സത്സംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസം വന്നതും, അത് ഫോളോ ചെയ്യാൻ തോന്നിയതും, ജപിക്കാൻ തുടങ്ങിയതും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ മുന്നോട്ട്, അതാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല? കാരണം സത്വഗുണത്തിൻ്റെ അഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കഴിയുന്നതല്ല പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആയിട്ടിരിക്കുക. കാരണം നോൺ വെജ് കഴിക്കുമ്പോൾ എന്ത് പറ്റും? സത്വഗുണം കുറയും. സസ്യഭുക്കായിട്ടിരുന്ന് ഭഗവാൻ നിവേദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സത്വഗുണം വർദ്ധിക്കും. നാമം ജപിക്കുമ്പോൾ സത്വഗുണം വർദ്ധിക്കും. അങ്ങനെ സാത്വിക കാര്യം, സത്സംഗം കേൾക്കുമ്പോൾ, തീർത്ഥയാത്രയിൽ പങ്കെടുക്കുമ്പോൾ, അതും തീർത്ഥയാത്രയിൽ പോയതുകൊണ്ട് മാത്രമായിട്ടില്ല. നമ്മൾ സാധുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഗുണങ്ങൾ എപ്പോഴും ആ ഗുണമുള്ള വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോഴാണ് നമുക്ക് ആ ഗുണം ലഭിക്കുന്നത്. ഭഗവാൻ തീർച്ചയായിട്ടും, ഭഗവാന്റെ സാന്നിധ്യം എവിടെയില്ലാത്തത്? ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന എപ്പോഴും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും. ഭഗവാൻ സാത്വികനാണ്, അതായത് വിശുദ്ധ സത്വത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതായത് ത്രിഗുണങ്ങൾക്കും അപ്പുറത്താണ്, അതീന്ദ്രിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഗുണങ്ങൾ എപ്പോഴും എന്താണ്? ഒരു തടസ്സമാണ് ആ വിശുദ്ധ സത്വത്തെ ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ സത്വഗുണത്തിലുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോഴായിരിക്കും നമുക്ക് സത്വഗുണം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നാമം ജപിക്കുന്നുണ്ടെങ്കിലും 4 യമനിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും സത്വഗുണത്തിലുള്ള വ്യക്തികളുമായിട്ടൊരു ഇടപെടലില്ലെങ്കിൽ, സത്സംഗം ഇല്ല എങ്കിൽ, സത്സംഗം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സത്സംഗം കേൾക്കുന്നത് ഒരു സത്സംഗമാണെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഭക്ത കൂട്ടായ്മയിൽ നേരിട്ട് ചെന്ന് സേവനങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകൾ, അതിലൂടെ എന്ത് പറ്റും? നമ്മുടെ ഉള്ളിൽ സത്വഗുണം വർദ്ധിക്കും. ഇപ്പോൾ പല ഭക്തർക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പല വർഷങ്ങളായിട്ട് സത്സംഗം കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഭക്ത കൂട്ടായ്മയിൽ വന്നിട്ട് സേവനം ചെയ്തപ്പോൾ, നേരിട്ട് വന്ന് സേവനം ചെയ്തപ്പോൾ ഒരുപാട് ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് നടക്കുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അല്ലേ? നേരത്തെയൊക്കെ നിങ്ങൾ സത്സംഗം കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആ ഭക്ത കൂട്ടായ്മയിൽ വന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട്. അതായത് ഭക്തരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഗ്നിയെ പോലെയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം ചൂട് നമുക്ക് അനുഭവപ്പെടും. അന്നേരം അതേപോലെ എത്രത്തോളം നമ്മൾ ഭക്ത കൂട്ടായ്മയിൽ അടുത്ത് നിൽക്കുന്നു അത്രത്തോളം ആ ഭക്ത കൂട്ടായ്മയുടെ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം ദൂരെ നിൽക്കുന്നോ അത്രത്തോളം കുറയും, പക്ഷെ എന്നാലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതായത് ന ഇഹ അഭികർവനാശോസ്തി പ്രത്യവ്യയായ നുവിദ്യത്തെ സ്വ അല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അതായത് ഈ ഒരു ആധ്യാത്മിക മാർഗത്തിൽ, അതീന്ദ്രിയമായിട്ടുള്ള ഈ മാർഗത്തിൽ സ്വ അല്പം അപ്യസ്യ ധർമ്മസ്യ, കുറച്ചെങ്കിലും നമ്മൾ ഒരു സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ വലിയ ത്രായത്തെ മഹതോ ഭയാത്, വലിയ വലിയ ഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്നാണ് പറയുന്നത്. കുറച്ചെങ്കിലും നമ്മൾ അതിൽ സിൻസിയറിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വലിയ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതായത് ഈ ഭക്ത കൂട്ടായ്മയിൽ വരുന്ന പല ഭക്തരും അടിയനെ നേരിട്ട് പോലും കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ എവിടെ ഇരുന്നുവോ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടു റിയലി വർക്ക്സ്. ഇത് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഇത്. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും 4 യമനിയമങ്ങളും പാലിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. അന്നേരം എനിക്കിത് കൂടുതൽ ഭഗവാനായിട്ട് അടുക്കാൻ താല്പര്യം വർദ്ധിക്കുന്നുണ്ട്. അന്നേരം അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി, അല്ലേ? അതിനുവേണ്ടി നമ്മൾ ഒരു രൂപ പോലും ചിലവാക്കേണ്ടി വന്നതുപോലും ഇല്ല. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗോലോൺ ട്രസ്റ്റിനോട് ഇത്രയും ആത്മാർത്ഥതയും ഇഷ്ടവും തോന്നുന്നത്. കാരണം എന്താ? നമുക്ക് ഇത്രയും വലിയ ഒരു പ്രോസസ്സ് നൽകിയിരിക്കുന്നു.
അടിയൻ ഒരിക്കലും എന്താ പറയുക സ്വയം ഇങ്ങനെ എന്തോ ഒന്ന് പൊക്കി പറയുന്നതല്ല. പക്ഷെ എന്നാലും ഗുരുവായൂരപ്പൻ അടിയനെ ഒരു നിമിത്തമാക്കി. പല ഭക്തരും നേരിട്ട് കാണുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ കുറേ നേരം കരയാറുണ്ട്. അവർ പറയും, സ്വാമിജി വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത്. ഞാൻ പല സമയത്തും ആത്മഹത്യയുടെ വക്കിലെത്തിയതായിരുന്നു, ജീവിതം മടുത്തു എന്നൊക്കെയാണ്. അത് വലിയ അത്ഭുതമില്ല, അത് എൻ്റെ കഴിവല്ല, അടിയൻ്റെ ഗുരു പരമ്പരയുടെ കഴിവാണത്. അപ്പോൾ ആ ഗുരു പരമ്പരയുടെ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് ആ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു ഗുരു ശിഷ്യ പരമ്പര നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ഗോലോകൻ ട്രസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരു ശിഷ്യ പരമ്പര. പക്ഷേ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഗോലോകൻ ട്രസ്റ്റാണ് ഇപ്പോൾ മലയാളികൾക്ക് ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷാ കവചം, ഒരു ആകെയുള്ള ഒരു എന്താ പറയുന്നത്, ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോലോകൻ ട്രസ്റ്റാണ്. അതുകൊണ്ട് ഈ പ്രതീക്ഷ മങ്ങിപ്പോവാതിരിക്കാൻ, അണയാതിരിക്കാനാണ് എല്ലാവരോടും പറയുന്നത്. ഈ ഭക്ത കൂട്ടായ്മയെ നിലനിർത്തിക്കൊണ്ട്, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ, അതായത് നമ്മളിങ്ങനെ കുഴി വീണ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പൊതഞ്ഞു പോകുന്ന മണ്ണുണ്ടല്ലോ, ഈ നദിയുടെ തീരത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന മണ്ണ് അല്ലേ, അന്നേരം അതിലേക്ക് നമ്മളിങ്ങനെ പൊതഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. എത്ര വലിയ ആനയാണെങ്കിൽ പോലും പൊതഞ്ഞു പോകും, അകത്തോട്ട് പോകും, ഒന്നും രക്ഷയിക്കാൻ കഴിയില്ല, ആരെങ്കിലും പുറത്തുനിന്ന് വലിച്ചേ പറ്റൂ. അന്നേരം അതേപോലെ നമ്മൾ എല്ലാവരും, നമുക്ക് മലയാളികളെന്നില്ല, ഹിന്ദിക്കാരെന്നില്ല, പക്ഷെ എന്നാലും മലയാളികൾക്ക് വേണ്ടി ഒരു ഫോക്കസ് ആകാൻ അടിയനെ ഭഗവാൻ നിമിത്തമാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും കലിയുഗത്തിൽ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പൊതഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ആരെങ്കിലും ഒന്ന് കൈ തന്നൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവ് അങ്ങനെയാണ്. കാരണം ഭൗതികത, നമ്മൾ ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാലേ ഏറ്റവും വലിയ പണക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഡിസ്റ്റർബ്ഡാണ്. ആരുടെയെങ്കിലും മുഖത്ത് നിങ്ങൾക്കൊരു സന്തോഷം കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചിരി കാണാൻ പറ്റുന്നുണ്ടോ? ഒരു സമാധാനം കാണാൻ പറ്റുന്നുണ്ടോ? ഒരു സംതൃപ്തി കാണാൻ പറ്റുന്നുണ്ടോ? കേരളം മുഴുവൻ ഭരിച്ചാലും ഒരു സമാധാനം കിട്ടുന്നില്ല. എല്ലാവരും എന്നെ അംഗീകരിക്കുന്നു എന്നൊരു വിശ്വാസം വരുന്നില്ല. അന്നേരം കേരളം മുഴുവൻ നമ്മളെ അംഗീകരിച്ചാലും എന്തോ പറയുന്നേ, ഈ ഭാരതത്തിലെ എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്ന് തോന്നും, ഇനി ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കണമെന്ന് തോന്നും. ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഗ്രഹത്തിൽ പോയി അവിടെ നമ്മുടെ ആധിപത്യം സ്ഥാപിക്കണം, പിന്നെ അടുത്ത ഗ്രഹത്തിൽ സ്ഥാപിക്കണം. ഇത് ഇന്നും തുടങ്ങിയ കാര്യമല്ല, പണ്ട് മുതലേയുള്ള കാര്യങ്ങളാണ്. ഹിരണ്യകശിപുവിൻ്റെ കാലം മുതലേ തുടങ്ങിയ കാലമാണ്, സംഭവമാണിത്. ആദ്യം രാക്ഷസ കുലത്തെ അടക്കി ഭരിക്കുക, പിന്നെ എല്ലാ ഭൂമണ്ഡലത്തിലുള്ള എല്ലാവരെയും ഭരിക്കുക, മനുഷ്യരാശിയിലുള്ള എല്ലാവരെയും, പിന്നെ ത്രിലോകങ്ങളിലുള്ള 14 ലോകങ്ങളിലുള്ള എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വിഷ്ണു ആരാധന ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാ, ത്രിലോകങ്ങളുടെയും ചക്രവർത്തി ഞാനല്ലേ. ഇത് പണ്ട് പോലെയുള്ളൊരു കാര്യമാണ്. അതായത് അത്യാഗ്രഹമുള്ള വ്യക്തിക്ക് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കയ്യിൽ ലഭിച്ചാലും അതും തൃപ്തി വരത്തില്ല. എല്ലാവരും അതൃപ്തരാണ്. കാരണം എന്താണോ അവർക്ക് ലഭിക്കേണ്ടത് അത് അവർക്ക് ലഭിച്ചിട്ടില്ല. എന്താണ് അവർക്ക് ലഭിക്കേണ്ടത്? എല്ലാവരുടെയും എല്ലാ ആത്മാക്കളും കൊതിക്കുന്നത് പരമാത്മാവിനെയാണ്. പരമാത്മാവുമായിട്ടുള്ളൊരു ആത്മീയ ബന്ധം, അതിൽ മാത്രമേ ആത്മാവിന് തൃപ്തി വരൂ. അതൊഴികെ ബാക്കി എന്തൊക്കെ ചെയ്താലും ഒരു രക്ഷയില്ല, എല്ലാ തൃപ്തിയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ടെൻഷനിലാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ. അത്രയ്ക്ക് പവർഫുള്ളാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. കാരണം അത്രത്തോളം കാരുണ്യം ചൈതന്യ മഹാപ്രഭു ആ മന്ത്രത്തിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ തിരുനാമം ജപിക്കുമ്പോൾ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ
പഞ്ചതത്വ മന്ത്രം ഒരിക്കൽ ജപിച്ചുകൊണ്ട് പിന്നെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ, ആ ഒരു ജപിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ലഭിക്കുന്ന ഒരു സംതൃപ്തി കോടാനുകോടി രൂപ ലഭിച്ചാലും കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ രാധാറാണിക്ക് വേണ്ടി ഒരു ക്ഷേത്രത്തിന് വേണ്ടി കോടാനുകോടി രൂപയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? ഈ ഒരു പ്രസ്ഥാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള അവസരം കിട്ടും എന്നൊരു പ്രതീക്ഷ. കാരണം നമ്മുടെ ഈ സത്സംഗം തുടങ്ങിയപ്പോൾ ഒരു മൊബൈലും പിടിച്ചുകൊണ്ട് അടിയൻ തുടങ്ങിയത് ഇപ്പോഴും ആ മൊബൈലിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് അടിപൊളിയാണ്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ആ കൊറോണ സമയത്ത് എല്ലാം കൂടെ ഒരു സിസ്റ്റം ഭഗവാൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇനി അടുത്ത തലമുറയിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഒരു അടിസ്ഥാനം കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ ആശയങ്ങൾ, നമ്മുടെ ഈ തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനം വേണം, അല്ലേ? ആ പ്രസ്ഥാനം, ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. അതായത് നമ്മുടെ ആ ഒരു ഭരണഘടനയെ പ്രതിനിധീകരിക്കുന്നു, അല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ ഈ അഭിമാനമാണ്, നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു, അങ്ങനെ, അല്ലേ? അതേപോലെ ശ്രീമതി രാധാറാണിയുടെ പ്രതിനിധീകരിക്കുന്ന ഈ ഗുരു പരമ്പരയും ഗുരു തത്വങ്ങളെയും ബ്രഹ്മമധ്വ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തെയും പ്രതിനിധീകരിക്കുന്ന ആ ഒരു ഒരു സ്ഥാപനം വേണ്ടേ കേരളത്തിൽ? പിന്നെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു വൈഷ്ണവ ഗുരു സമ്പ്രദായത്തിൻ്റെ ഒരു പരമ്പര ഇതുവരെ ഇല്ല. അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മധ്വ സമ്പ്രദായമാണെങ്കിലും രുദ്ര സമ്പ്രദായമാണെങ്കിലും ശ്രീ സമ്പ്രദായമാണെങ്കിലും കുമാര സമ്പ്രദായമാണെങ്കിലും 4 സമ്പ്രദായങ്ങളും കേരളത്തിലല്ലായിരുന്നു. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇത്രയും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ നമ്മുടെ ആ ബ്രഹ്മമധ്വ ഗൗഡിയ സമ്പ്രദായത്തിനൊരു സ്ഥാനം നമ്മുടെ കേരളത്തിൽ വേണം. പല സെൻറ്റേഴ്സും ഉണ്ട് നമുക്ക്, പക്ഷെ എന്നാലും ഒരു പ്രചരണം, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ സ്വന്തം നാട്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം നാട്, അല്ലേ? ആ ഗുരുവായൂരപ്പൻ്റെ അതേ മണ്ണിൽ ആ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ കുറച്ച് പേർക്കും കൂടെ, അതായത് ഒരു മൊബൈലിലൊരു സ്വാമി സത്സംഗം എടുക്കുന്നതും ഒരു പ്രസ്ഥാനം എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം വർദ്ധിക്കും, ജനങ്ങൾക്ക് കുറച്ചും കൂടെ അത് സ്വീകരിക്കാൻ മനസ്സ് തോന്നും, അല്ലേ? അതാണ് അടിയൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഈ പരമ്പരയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അടിയൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്രയോ കാലം ഇനി മുന്നോട്ടും ആ ഒരു പ്രചരണം പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാനും ആധികാരികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പര നമ്മുടെ ശ്രീമതി രാധാറാണിയെക്കുറിച്ചുള്ള ആ മനോഹരമായിട്ടുള്ള ഉത്തമ അറിവ് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് രാധാറാണിയെക്കുറിച്ചുള്ള അറിവ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്? കാരണം വേറൊരു സമ്പ്രദായവും ഇത്രത്തോളം രാധാറാണിയുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കാറില്ല. മറ്റ് സമ്പ്രദായങ്ങൾ നോർത്തിലുള്ള ഇപ്പോൾ രുദ്ര സമ്പ്രദായമൊക്കെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും കുമാര സമ്പ്രദായമൊക്കെ പറയുന്നുണ്ടെങ്കിലും അധികം വിപുലീകരിച്ച് പ്രചരിപ്പിക്കാറില്ല. കൂടാതെ ആചരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മറ്റ് ഇതിലൊക്കെ രാധാറാണിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആചരണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരുപാട് പുറമോട്ടാണ് ഇവരൊക്കെ. ഉയർന്ന തത്വങ്ങളും രാധാകൃഷ്ണ ലീലകൾ, രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ലീലകളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാധാറാണിയുടെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ലീലകളിൽ ധ്യാനിക്കണമെങ്കിലും നമ്മുടെ ആചരണം വളരെ പക്കയായിരിക്കണം. നമ്മൾ ഇത്രയും ഉയർന്ന ലീലകൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ ആ കാമക്രോധ മോഹലോഭ മത മത്സരാദികൾ നമുക്ക് മാറ്റാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ഇത്രയും ഉയർന്ന ലീലകളെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ഭഗവാന്റെ ഇത്രയും ഉയർന്ന തത്വങ്ങൾ പറയുമ്പോൾ ഇത്ര ഉയർന്ന തത്വങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരുമായിരിക്കണം.
അപ്പോൾ ഒരു സൈഡിൽ കൂടെ പറയുന്നു നമ്മൾ ഇത്രയും ഏറ്റവും പരമോന്നത ആരാധനയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും ഉയർന്ന തത്വം ഫോളോ ചെയ്യുന്ന ഒരു ബോധത്തിലായിരിക്കണം നമ്മൾ. അത്രത്തോളം ഉയർന്ന ആയിരിക്കുന്ന വ്യക്തി ഒരിക്കലും താഴ്ന്ന ബോധത്തിലുള്ള ഒരു പ്രവർത്തികളും ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ആചരണങ്ങളിൽ പല പ്രശ്നങ്ങളും കാണപ്പെടാറുണ്ട്. പിന്നെ നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് ഗുരുവായൂരിൽ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അടിയൻ പുതിയതായിട്ടൊരു ഗോലോൺ ട്രസ്റ്റ് രൂപീകരിച്ചത്. നമ്മൾ ആ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണ പരമ്പരയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അത് കുറച്ചും കൂടെ ഇന്നത്തെ ജനറേഷന് പ്രഭുപാദ്ജിയുടെ സന്ദേശം സിമ്പിളാക്കി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അതൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് നമ്മുടെ ഈ പരമ്പരയുടെ ഉദ്ദേശം, അല്ലേ? കാരണം നമ്മളൊരിക്കലും ഈ പരമ്പര കൊണ്ട് ആൾക്കാരുടെ കാശടിച്ചു മാറ്റാനോ അത് വെച്ച് ഉപജീവനം നടത്താനും വേണ്ടിയല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. എന്താണ്? എല്ലാവർക്കും ആ ഒരു സംതൃപ്തി, സന്തോഷം, സമാധാനം നൽകുക എന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തപ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ലേ? അതേപോലെ എല്ലാവർക്കും ഒരു സമാധാനം കിട്ടാണ്. ഈ ലോകത്തിൽ ആരായാലും ശരി, ഏത് കുലത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു 16 മാല ജപിക്കുകയും 4 നിയമങ്ങൾ പാലിക്കുമ്പോൾ ഉടൻ തന്നെ അവർക്ക് സമാധാനം, സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. ഇതാണ് എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതാണ് ആർക്കും ലഭിക്കാത്തത്. അതുകൊണ്ട് ഏറ്റവും വലിയ പരോപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 16 മാല ജപിക്കുക, 4 നിയമങ്ങൾ പാലിക്കുക. അപ്പോൾ നമ്മളിൽ നിന്ന് ഈ ലോകത്തിനുള്ള ദ്രോഹങ്ങൾ, ഉപദ്രവങ്ങൾ കുറയും. സത്യമല്ലേ? കാരണം നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, മോഹലോഭ, മതമത്സരാദികൾ കൊണ്ട് പല വ്യക്തികളും ദുഃഖിതരായിരിക്കും. നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും ദുഃഖിതരായിരിക്കും. എല്ലാ വീടുകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടി, വഴക്ക് എന്തായിരിക്കും? ഇത് തന്നെ കാമക്രോധ, മോഹലോഭ, മതമത്സരാദികൾ, അത്യാഗ്രഹം, ഇതൊക്കെ തന്നെയാണ് എല്ലാ വീടുകളിലും നടക്കുന്ന പ്രശ്നത്തിന് കാരണം. ഹസ്ബൻഡ് പറയുന്ന ഭാര്യ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്ന ഭർത്താവ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. എല്ലാവരും നമ്മളെ മനസ്സിലാക്കണം, പക്ഷെ നമ്മൾ ആരെയും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. കാരണം എന്താ? നമ്മൾ സ്വാർത്ഥരാണ്. ഞാൻ, എൻ്റേത് എന്നുള്ള ചിന്ത. പക്ഷെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ എന്താണ്? നമുക്ക് എന്താണ് ഉള്ളിൽ വേണ്ടത് അത് നമുക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കത്തില്ല. അപ്പോൾ അവർക്ക് ടെൻഷൻ തോന്നും, പണ്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോൾ സ്നേഹമില്ല. അത് ആക്ച്വലി അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിശാലമായിട്ട് ചിന്തിക്കാൻ പഠിച്ചു. അതേപോലെ എല്ലാവരും ചിന്തിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവത്തില്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു നിമിഷം ഒന്ന് സ്വപ്നം കണ്ടു നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും 16 മാല ജപിക്കുകയും 4 നിയമങ്ങൾ പാലിച്ചിരിക്കുമ്പോൾ എന്തുമായിരിക്കും? പിന്നെ ആശ്രമത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ വീട് തന്നെ ആശ്രമമായി, വൈകുണ്ഠമായി, ഗോലോകമായി. നിങ്ങൾ ആശ്രമത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സന്തോഷം ലഭിക്കുന്നു? കാരണം അവിടെയുള്ള എല്ലാവരും 16 മാല ജപിക്കുന്നവർ, 4 നിയമങ്ങൾ പാലിക്കുന്നവർ, ഗുരു പരമ്പര അനുസരിച്ച് ദീക്ഷ എടുത്ത് ഫോളോ ചെയ്യുന്ന വ്യക്തികൾ. അപ്പോൾ അടിയൻ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കൃഷ്ണ കുടുംബാംഗങ്ങൾ എല്ലാവരും 16 മാല ജപിക്കുക, 4 നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ എന്തു വരുന്നല്ലേ? പിന്നെ എന്താ പ്രശ്നമുള്ള? ഒരു പ്രശ്നമില്ല. ആർത്തി, ആക്രാന്തം എല്ലാം തീർന്നത് സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. ഇങ്ങനെ കേരളം മൊത്തം അങ്ങനെ എന്തുവായിരുന്നു? നമ്മുടെ മുഖ്യമന്ത്രി അടക്കം എല്ലാ പാർട്ടിക്കാരും ഒന്നാലോചിച്ച്, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങിയത്. നടന്മാരും എല്ലാവരും. അപ്പോൾ എന്തു മനോഹരമായിരിക്കും. അവിടെ അടിയില്ല, വഴക്കില്ല, തർക്കമില്ല, ഹർത്താലില്ല.
പല ബിസിനസ്സുകളും പൂട്ടും ചിലപ്പോൾ. എന്തോ കള്ളുകട, ബെവറേജ് പൂട്ടും, ഹോട്ടൽ നോൺ വെജ് ഹോട്ടൽസ് പൂട്ടും, മീൻ കച്ചവടം നിൽക്കും. പക്ഷെ അതിന് പകരം വേറെ കച്ചവടങ്ങൾ വരും അല്ലേ? അതിന് പകരം പൂക്കച്ചവടങ്ങൾ, കാരണം പൂക്കൾ വേണം ഭഗവാന്, ഫ്രൂട്ട്സ് കച്ചവടം വരും. ഗോശാലകൾ വർദ്ധിക്കും, പാൽ ഉത്പന്നങ്ങൾ വർദ്ധിക്കും. ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര മനോഹരമായിരിക്കും കേരളം. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് മാറും. ഇപ്പോൾ ഗുരുവായൂരിൽ തന്നെ എത്രയോ ആൾക്കാർ വന്നിങ്ങനെ ജനത്തിരക്കാണ് ഭഗവാനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇടിയും അടിയും ഒക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയും വഴക്കും ഉന്തും തള്ളും ഒക്കെ. കാരണം എല്ലാവർക്കും എനിക്ക് ഗുരുവായൂരപ്പനെ ആദ്യം കാണണം, എനിക്ക് കാണണം, എൻ്റെ ആഗ്രഹങ്ങൾ പറയണം, എൻ്റെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ചു, അവിടെയുള്ള എല്ലാവരും 16 മാല ജപിക്കുന്നവരായി മാറി എന്തുമായിരിക്കും ഗുരുവായൂരപ്പനെ കാണാൻ? അവിടെ സങ്കീർത്തനമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ ആശ്രമത്തിൽ വരുമ്പോൾ ആകെ കുറച്ച് ഭക്തരേ ഉള്ളൂ. പക്ഷെ ആ കുറച്ച് ഭക്തരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമാണ്. ഏതോ നിങ്ങൾ ഗോലോകത്തെത്തിയ ഒരു പ്രതീതി അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഗുരുവായൂർ എല്ലാം അങ്ങനെയായി പറയാ. പൂജിക്കുന്ന പൂജാരി, തന്ത്രി, ദേവസ്വം സെക്യൂരിറ്റി എല്ലാവരും 16 മാല ജപിക്കുന്നവരും തിലകെട്ടവരും ആയിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും? ഹരേ കൃഷ്ണ. അവിടെയുള്ള കടക്കാരും എല്ലാവരും. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ മിഷൻ. അതാണ് ചൈതന്യ മഹാപ്രഭു. അവിടെ ജാതിയില്ല. ഇപ്പം എല്ലാം വിഭാഗീയതയാണ്. NSS, SNDP, ഈഴവര്, വിശ്വകർമ്മ, എത്രയൊക്കെ വിഭാഗീയതയാണ്. എത്ര ജാതികളാണ്, എത്ര പാർട്ടി. പിന്നെ ആ പാർട്ടിക്കകത്ത് ഗ്രൂപ്പിസം, പിന്നെ എന്തൊക്കെയോ മതങ്ങൾ, അതും ഇതും, മുസ്ലിം, ക്രിസ്ത്യൻസ്, അതും ഇതുമൊക്കെ. ഇതൊക്കെ മാറ്റിയിട്ട് ഒരേ ഒരു സമ്പ്രദായം, ഒരേ ഒരു ഇത്. നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞ പോലെ, ഒരു ദൈവം ഒരു ജാതി മനുഷ്യർക്ക്, അല്ലേ? അന്നേരം എത്ര മനോഹരമാണ് അല്ലേ? അന്നേരം ഇത് ഒരു സ്വപ്നമാണെങ്കിലും ഇതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലക്ഷ്യം. പൃഥ്വീത്തെ യാച്യാതി നഗരാതി ഗ്രാം സർവത്ര പ്രചാര ഹോയ് മോരനാം. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഈ പൃഥ്വിയിൽ എത്രയൊക്കെ നഗരങ്ങളും ഗ്രാമങ്ങളും ഉണ്ടോ അവിടെയൊക്കെ എൻ്റെ നാമം പ്രചരിപ്പിക്കപ്പെടണം. അതാണ് ചൈതന്യ മഹാപ്രഭു. അവിടെ പകയില്ല, വിദ്വേഷമില്ല, ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല, കാരുണ്യം മാത്രം എല്ലാവർക്കും. നാമം ജപിക്കൂ, ആനന്ദിക്കൂ, മറ്റുള്ളവർക്കും ആ നാമം കൊടുക്കൂ, അവർക്കും ആനന്ദത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കൂ. എല്ലാവരും എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ തിരുനാമം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും താല്പര്യം തോന്നത്തില്ല, ഒന്നിനോടും ആസക്തി തോന്നത്തില്ല. ഈ ലോകം അതിമനോഹരമായിട്ട് മാറും. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ മിഷൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ പ്രസ്ഥാനം എത്ര ഇമ്പോർട്ടൻ്റ്. അല്ലാതെ വെറും ഏതോ ഒരു സ്വാമിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ആശ്രമമല്ല ഇത്, ഒരു പ്രസ്ഥാനമല്ല ഇത്. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ, ലോകത്തിൻ്റെ മുഖച്ഛായ, എല്ലാവരുടെയും ഹൃദയത്തെ മാറ്റാൻ കഴിവുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ആരംഭമാണ് ഈ ഗോലോകം ട്രസ്റ്റ്. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. അതുകൊണ്ട് നമ്മൾ ഇതിനെ സിമ്പിളായിട്ട് കാണാം. അല്ലാതെ അയ്യോ നമ്മുടെ സ്വാമിജി പാവം കുറേ നാളായിട്ട് സ്വന്തമായിട്ടൊരു സ്ഥലം എനിക്ക് വേണ്ടിയല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഈ കേരള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ജനങ്ങളൊക്കെ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വെറുതെ അല്ല. ഞാൻ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇവരൊക്കെ തിലകിട്ട് കട്ടിമാലയൊക്കെ ഇട്ടിരുന്ന് ഞാൻ എന്തുമായിരിക്കും അല്ലേ? തുളസിമാലയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ
എന്തുമായിരിക്കും? അവിടെ പ്രശ്നങ്ങൾ തീരത്തില്ല, എല്ലാം തീർന്നു. പിന്നെ അവിടെ പ്രശ്നമില്ല, പോലീസുകാരുടെ പോലും ആവശ്യം വരത്തില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാവും. യഥാർത്ഥത്തിൽ വൈകുണ്ഠം അങ്ങനെയാണ്, ഗോലോകം അങ്ങനെയാണ്, എല്ലാം ഭക്തരുടെ ലോകം. ഇപ്പം നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നും. അതായത് ജയിലിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ജയിലിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ജയിൽ തന്നെ എല്ലാ ലോകവും എന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? ഇത് കലിയുഗമാണ്. പക്ഷേ ഇത് ജയിലാണ്. അന്നേരം ജയിലിന് പുറത്ത് ഇങ്ങനെ ഒരു ലോകം ഇല്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. വൈകുണ്ഠം ഗോലോകം ഇങ്ങനെയാണ്. ആ വൈകുണ്ഠത്തിലും ഗോലോക വൃന്ദാവനത്തിലുമുള്ള വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ, എല്ലാ വൈകുണ്ഠ ഗ്രഹങ്ങളിലും വെച്ച് നോക്കുമ്പോൾ, ഈ ഭൗതിക ലോകത്തിൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെ ജനസംഖ്യ എടുത്താലും അതൊന്നുമല്ല, വളരെ ചെറിയ സംഖ്യയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് വൈകുണ്ഠ ഗ്രഹങ്ങളിലാണ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ഇത് വലിയ ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ജയിലിനപ്പുറത്ത് വലിയൊരു ലോകമില്ലേ? അതേപോലെ നമ്മൾ നമ്മുടെ പൊട്ടക്കിണറ്റിൽ നിന്നും പുറത്തു വരിക. ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു വൈകുണ്ഠം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമല്ലോ, അല്ലേ? അത് നമ്മളെല്ലാവരും ചെയ്തു, അല്ലേ? നമ്മൾ 16 മാല ജപിക്കുന്നു, 4 യവനങ്ങൾ പാലിക്കുന്നു. ഒരാളെയും കൂടെ അതിനു വേണ്ടി കൊണ്ടുവരിക, അടുത്തൊരാളെയും കൂടെ കൊണ്ടുവരിക, അടുത്തൊരാളെയും കൂടെ കൊണ്ടുവരിക. അങ്ങനെ എത്രത്തോളം പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? കേരളത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നിടത്തോളം വ്യക്തികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഓരോരോ വ്യക്തികളിലേക്ക് ഇത് എത്തിക്കുക. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഗോലോക പ്രസ്ഥാനം. അല്ലാതെ ജനങ്ങളെ കൂട്ടി അവരിൽ നിന്ന് കാശടിച്ച് മാറ്റി ഉപജീവനം നടത്താനുള്ള ഒരു ലക്ഷ്യവും അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം. എന്തിനു വേണ്ടി? ഇങ്ങനെ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ പ്രസാദ വിതരണം, അല്ലേ, എൻ്റെ വലിയൊരു സ്വപ്നമാണ്. എല്ലാ ദിവസവും ഗുരുവായൂരിൽ പ്രസാദ വിതരണം. പക്ഷേ എന്ത് ചെയ്യാനാണ്? നമുക്ക് അത്രത്തോളം സാമ്പത്തികം അനുവദിക്കുന്നില്ല. പറ്റുന്ന സമയങ്ങളിലൊക്കെ പോകാറുണ്ട്, ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും പ്രസാദ വിതരണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പ്രസാദ വിതരണത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമുള്ളവരും ഇല്ലാത്തവരും ആരായാലും ശരി ആ പ്രസാദം കഴിക്കുമ്പോൾ, അത് പൊതുവേ പ്രസാദം എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ എന്തോ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എവിടെയാണ് അന്നദാനത്, എന്തായാലും ഞാൻ എൻ്റെ ശിഷ്യനോട് ചെയ്തു, അത് പ്രസാദമാണ്. അത് പ്രസാദമല്ല, ഭക്ഷണം കൊടുക്കുന്നത് പ്രസാദമല്ല. പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാചകം ചെയ്യുന്ന വ്യക്തി ഭക്തനായിരിക്കണം, 16 മാല ജപിക്കുന്ന ഭക്തനായിരിക്കണം, ഭക്തയായിരിക്കണം. എന്നിട്ട് അത് നിവേദിക്കുന്ന ആളും ഭക്തയായിരിക്കണം. അപ്പോഴാണ് അത് പ്രസാദമാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രസാദം എവിടെ കിട്ടും? ഇന്ന് നാട്ടിലെവിടെയെങ്കിലും കിട്ടുമോ? സിഗരറ്റും വലിച്ച് എന്തൊക്കെയോ വായിക്കാതെ ചവച്ചുകൊണ്ടാണ് ഓരോ ആൾക്കാർ അമ്പലങ്ങളിൽ പാചകം ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രസാദമാകുന്നത്? ശരി, അകത്ത് നിവേദ്യം കൊടുക്കുന്ന തിരുമേനി മാത്രം നല്ല ശുദ്ധിയോടുകൂടി കുക്ക് ചെയ്യുന്നു. പക്ഷെ ആ തിരുമേനിക്ക് എത്രത്തോളം ഭക്തിയുണ്ട്? പൂജാതി മന്ത്രങ്ങൾ അറിയാതിരിക്കാം, ഉപനയനം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഭക്തി പരമ്പരയിൽ നിന്ന് ദീക്ഷ എടുത്തിട്ടില്ല. അപ്പോഴും അത് പ്രസാദമാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ പൊതുവേ ഗുരുവായൂരിന്ന് പായസമൊക്കെ കിട്ടാൻ വേണ്ടി കൊതിക്കാറുണ്ട്. ഇത് പായസം. ഗുരുവായൂരപ്പൻ്റെ പേരിൽ നമുക്ക് കഴിക്കാം. ഗുരുവായൂരപ്പൻ്റെ പേരിൽ നമ്മൾ എന്ത് സ്വീകരിച്ചാലും അത് മനോ. പക്ഷേ പ്രസാദമാണോ എന്ന് അതും ഒരു ചോദ്യമായിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനാമം ജപിക്കുന്ന ഭക്തർ, ഭക്തി പരമ്പരയിൽ ദീക്ഷ ലഭിച്ച ഭക്തർ പാചകം ചെയ്യുന്നത്, അത് ഭഗവാൻ സ്വീകരിക്കും. ആ നിവേദ്യം ഭഗവാൻ സ്വീകരിക്കും. അത് വിതരണം ചെയ്യുമ്പോഴാണ് പ്രസാദം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രസാദം ഇത്രയും കഴിച്ചാൽ മതി. ഇത്രയും കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആധ്യാത്മിക ഊർജം ലഭിക്കും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ലഭിക്കും. നമുക്ക് ഭക്തി നാമം ജപിക്കാൻ താല്പര്യം വർദ്ധിക്കും. വളരെ നാമം ജപിക്കാൻ പിന്നെയും ബുദ്ധിമുട്ടാണ്, കാരണം അതിനുള്ള യോഗ്യതയല്ല. പക്ഷേ പ്രസാദം എല്ലാവരും സ്വീകരിക്കും.
ആ പ്രസാദം കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മാറ്റം വരും. അവർക്ക് നാമം ജപിക്കാൻ തോന്നും. അന്നേരം പ്രസാദ വിതരണത്തെ പോലൊരു സർവീസ് ഈ ലോകത്ത് വേറെയില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് തുടർച്ചയായിട്ട് ഗുരുവായൂരിൽ പ്രസാദ വിതരണം ചെയ്യണം. കാരണം പാവം മലയാളികൾ അവർ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നുകൊണ്ടല്ലേ ഗുരുവായൂരിൽ വരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് ഗുരു പരമ്പരയായിട്ടൊരു കണക്ഷനില്ല. പിന്നെ ഞാൻ മുന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പം തോന്നത്തില്ല. ഏതോ ഒരു സ്വാമി, കള്ളസ്വാമി കാവിയിട്ട് വന്നിരിക്കുക എന്തോ കാശ് പിടിക്കാനായിട്ട്. അന്നേരം ആ ഒരു ഭിത്തി അവരുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിന് ഞാൻ പറയുന്നതിനെ അവർ എത്രത്തോളം സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ അവർ ഭഗവാന്റെ ആ പ്രസാദം കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാവും. അവരുടെ ഉള്ളിൽ ആ മാറ്റം ഭഗവാനുമായിട്ട് കൂടുതൽ അടുപ്പിക്കും. കാരണം അവർ ഗുരുവായൂരിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. സത്യം, ഞാനവിടെ ഗുരുവായൂരിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ, കിഴക്കേന്നല്ല നിൽക്കുമ്പോൾ അവിടെ വരുന്ന ഇത്രയും ജനസമുദ്രത്തെ കണ്ടിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. എന്തോന്നറിയാം, ഇവരെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഇവരെല്ലാം ഭഗവാന്റെ തിരുനാമം ജപിച്ചിരുന്നുവെങ്കിൽ, ഇവരെല്ലാം 16 മാല ജപിച്ച് ദീക്ഷ എടുത്തിരുന്നു. എന്നിൽ നിന്ന് ദീക്ഷ എടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ പക്ഷെ വേറെ ആരും ഇല്ല. അതുകൊണ്ട് അടിയൻ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു, എപ്പോഴും പോകുമ്പോഴൊക്കെ ആഗ്രഹിക്കും, ഇവരെല്ലാം ഭഗവാന്റെയും രാധാറാണിയുടെയും ഭക്തരായി മാറിയിരുന്നെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തരായി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറയുന്ന കാര്യമില്ല. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളൊക്കെ എവിടെയോ ഇരുന്നവരാണ്. അപ്പോൾ ചിലവരൊക്കെ പറയും 5 വർഷം കൊണ്ട്, ഇപ്പോൾ ഞാനിവിടെ പൂനെയിലും ബോംബെയിലും ഒക്കെ എത്തിയപ്പോൾ ആൾക്കാർ 5 വർഷം കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയല്ലോ, ഇത്രയൊക്കെ ഉണ്ടാക്കി. ഞാൻ എന്തുണ്ടാക്കി? നമ്മുടെ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ 1% പോലും ആയിട്ടില്ല. ചിലവർക്ക് അസൂയ വരെ തോന്നാറുണ്ട്, ഇത്രയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞ് തുടങ്ങിയിട്ട് പോലും ഇല്ലടേ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും, മുഖ്യമന്ത്രി അടക്കം ഭക്തനായിട്ട് മാറുക എന്നാണ്. കാരണം അതും ഒരു ജീവാത്മാവല്ലേ, ആളും ഗോലോകത്തിൽ നിന്നല്ലേ വരുന്നത്. നമ്മൾ ഒരു പാർട്ടിയെ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നില്ല. നമുക്ക് എല്ലാം ഒരേപോലെയാണ്. നമുക്ക് വിഭാഗീയതയില്ല, വർഗീയതയില്ല. നമ്മളുടെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാവരും ഭഗവാന്റെ മക്കളാണ്, ഗുരുവായൂരപ്പൻ്റെ സ്വന്തം മക്കളാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഭക്തനും ഭക്തയാകാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം എല്ലാ അപ്പന്മാരുടെയും അപ്പൻ ഗുരുവായൂരപ്പനാണ്. നമ്മുടെ എല്ലാവരുടെയും അപ്പനാണ് ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിനപ്പുറം ഈ ലോകത്ത് വേറെ ആരുമില്ല. നമ്മുടെ അമ്മയാണ് ശ്രീമതി രാധാറാണി, ആദിപരാശക്തി. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ സ്വാമി സ്ഥിരബുദ്ധിയോടുകൂടിയല്ലേ സംസാരിക്കുക. പക്ഷെ സത്യമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും. നമ്മൾ ആ വ്യക്തിയുടെ ആ ഒരു സ്ഥാനമാനങ്ങളെയല്ല അടിയൻ കാണുന്നത്, ആ വ്യക്തിയുടെ ആത്മാവിനെ, ആ വ്യക്തിക്കകത്തിരിക്കുന്ന ആത്മാവിനെയാണ്. ആ ആത്മാവ് വരുന്ന ഗോലോകത്തിൽ നിന്നാണ്. അപ്പോൾ ആരായാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി, ആളിൻ്റെ പൊസിഷനെയൊക്കെ അടിയൻ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ രക്ഷപ്പെടുത്താം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. കാരണം എത്ര വലിയ പൊസിഷനിലിരുന്നാലും ആ വ്യക്തി ഭഗവാനായിട്ട് അടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഇത്രയും വലിയ പൊസിഷനിൽ എത്തിയിട്ടും ഒന്നും ഇല്ലാതാവുകയല്ലേ. സോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാവുക എന്നതാണ്. അതും ഭക്തനാണെന്ന് എല്ലാവരും അവകാശപ്പെടുന്നു. പക്ഷെ ഭക്തനെ പോലെയാണോ ജീവിക്കുന്നത്? ഭക്തയെ പോലെയാണോ ജീവിക്കുന്നത്? ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന് വേണ്ടി ജീവിക്കുന്നവർ. ഗുരുവായൂരപ്പന് വേണ്ടി ജീവിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ തിരുനാമം ജപിച്ചിരിക്കും, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിരിക്കും. അപ്പോൾ എന്തായി? അവർ ഓൾറെഡി ചൈതന്യ മഹാപ്രഭുവിൻ്റെ സമ്പ്രദായത്തിലായി. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ അതാണ്. ഭാഗവതം അനുസരിച്ച് തിരുനാമം ജപിച്ചുകൊണ്ട് ജീവിക്കുക, ഭാഗവത്തെ ആചരിക്കുക, ജീവിതത്തിൽ തിരുനാമത്തെ ശ്വാസമാക്കി മാറ്റുക. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ. ആരാണ് ചൈതന്യ മഹാപ്രഭു? നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെ.
ആ ഗർഭഗൃഹത്തിനകത്തിരിക്കുന്ന അതേ വ്യക്തി തന്നെയാണ് 500 വർഷം മുമ്പേ ഈ തെരുവിലൂടെയൊക്കെ നടന്ന് എല്ലാവരിലും തിരുനാമം കൊടുക്കാനായിട്ട് കഷ്ടപ്പെട്ടത്. ആ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ കാരുണ്യം എല്ലാവരിലേക്കും എത്തണം. എല്ലാവർക്കും തിരുനാമം ലഭിക്കണം. എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് എല്ലാ ജീവാത്മാക്കളും ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. അല്ലാതെ ഒരു സ്വാമിക്ക് വേണ്ടി ഒരു ആശ്രമം പണിയാൻ വേണ്ടിയല്ല. ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ തിരുനാമത്തിൻ്റെ മഹത്വം എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും തിരുനാമം ജപിക്കണം. തിരുനാമം ജപിച്ച് അവരുടെ ജീവിതം സാർത്ഥകമാക്കണം. അവരുടെ ജീവിതം സാർത്ഥകമാക്കി മറ്റുള്ളവരിലേക്ക് ആ കാരുണ്യം എത്തിക്കണം. ജാതി മതം ഇതിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മളെല്ലാവരും, ഇതിനേറെ പറയുന്നു, ഒരു ഉറുമ്പ് പോലും വരുന്നത് ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ആ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും വരുന്നത് ഭഗവാന്റെ അംശമാണ്. അതും ഗുരുവായൂരപ്പൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ജീവാത്മാക്കളെയും മഹാപ്രഭുവിനെ പോലെ രക്ഷിക്കാൻ പറ്റത്തില്ല. ചൈതന്യ മഹാപ്രഭു ജാർഖണ്ഡ് വനങ്ങളിലൂടെ സങ്കീർത്തനം ചെയ്തിങ്ങനെ പോകുമ്പോൾ മഹാപ്രഭുവിനെ കണ്ട് പുലി പുറകെ പോവും, സർപ്പം പുറകെ പോവും, മലമ്പാമ്പ് പുറകെ പോവും, മാൻ പോവും. എല്ലാ ജീവജാലങ്ങളും ആ മഹാപ്രഭുവിൻ്റെ സുന്ദര രൂപത്തെ കണ്ടിട്ട് ആകർഷിതരായിട്ട് ആ കാരുണ്യത്തിൽ അലിഞ്ഞു ചേരുകയാണ്. അപ്പോൾ ഇന്നും ഈ നിമിഷവും ചൈതന്യ മഹാപ്രഭു നമുക്കെല്ലാവർക്കും ആ ഒരു കാരുണ്യത്തെ നൽകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് മാത്രമേ ഉള്ളൂ ചോദ്യം. ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും കാരുണ്യം തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്നും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരു സൂര്യനെ പോലെ ഉദിച്ചു നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ ആ സൂര്യകിരണങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണോ? നമ്മൾ നമ്മുടെ വീടുകളിൽ അടച്ചുപൂട്ടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാരുണ്യത്തെ ലഭിക്കാൻ കഴിയില്ല. നമ്മളെ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഞാൻ മലയാളിയാണ്, ഞാൻ നായരാണ്, ഞാൻ ഈഴവരാണ്, ഞാൻ ബ്രാഹ്മണനാണ് എന്നുള്ള ചിന്തകളിൽ നിന്നെല്ലാം പുറത്തു വന്ന് ഞാൻ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണ്, ജീവേര സ്വരൂപ് പോയി കൃഷ്ണഹേര നിത്യദാസ്, ഞാൻ ഗുരുവായൂരപ്പൻ്റെ വെറും ദാസനാണ്, ഒരു ദാസിയാണ് എന്നൊരു ഭാവത്തോടു കൂടി മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഭഗവാൻ സ്വീകരിക്കും. അതോടുകൂടി ആ വ്യക്തിക്ക് ലോകത്തിൽ ഒന്നിനോടും താല്പര്യം തോന്നത്തില്ല. കാരണം ആ വ്യക്തി ഹൃദയത്തിൽ സംതൃപ്തനാണ്. ആ വ്യക്തിക്ക് പിന്നെ എന്തിൻ്റെയാണ് ആവശ്യം? വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച വ്യക്തിക്ക് പിന്നെ എന്തിൻ്റെയാണ് ആവശ്യം? കോടാനുകൂടി ജന്മങ്ങളായിട്ട് നമ്മൾ കൊതിച്ചിരിക്കുന്ന ആ അനുഭൂതി, ആ ഒരു സംതൃപ്തി, സന്തോഷം, സമാധാനം, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന് നൽകാൻ പറ്റും. ആ മഹാപ്രഭുവിൻ്റെ കാരുണ്യം മാത്രമാണ് നമ്മൾ കൊതിക്കുന്നത്. ആ കാരുണ്യം ലഭിക്കാൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിക്കുക, യാചിക്കുക. ചൈതന്യ മഹാപ്രഭു അടിയനെ രക്ഷിക്കുക. എത്രയോ ജന്മങ്ങളായിട്ട് ഞാൻ ആരൊക്കെയാണോ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് ഞാൻ എന്തിനൊക്കെയോ വേണ്ടി ജീവിച്ചു. അതൊന്നും എന്നെ രക്ഷിച്ചിട്ടില്ല, എനിക്കൊരു സമാധാനം നൽകിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയാണ്. അതെനിക്ക് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ മാത്രമേ ലഭിക്കൂ. ചൈതന്യ മഹാപ്രഭു, ഹേ ശ്രീകൃഷ്ണ ചൈതന്യ, എന്നെ ഉദ്ധരിക്കണേ. ഈ ഒറ്റ ഒരു വാക്ക്, ഈ ഒരു മനോഭാവം, ഈ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഓരോ മന്ത്രത്തിലും എത്രത്തോളം ഭഗവത് അനുഭൂതി ഇരിക്കുന്നുണ്ട്,
എത്രത്തോളം സമാധാനം, സന്തോഷം അതിലുണ്ട്. നമ്മളെല്ലാവരും കൊതിക്കുന്നതാണ്. പണക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും രോഗിതരായിട്ടുള്ള വ്യക്തികളാണെങ്കിലും രോഗമില്ലാത്തവരാണെങ്കിലും എല്ലാവരും രോഗബാധിതരാണ്. എല്ലാവരും രോഗബാധിതരാണ്. ഭവരോഗം, ഭൗതിക ആസക്തികളുടെ രോഗം, അതാണ് യഥാർത്ഥ രോഗം. അത് കാരണം നമുക്കൊരു സമാധാനമില്ല. എല്ലാവിധ രോഗത്തിൽ നിന്നും മുക്തി നമുക്ക് നേടാൻ കഴിയും. നമ്മൾ ഉള്ളിൽ നിന്നും സമാധാനവും സംതൃപ്തിയോടുകൂടി ആത്മാവിരിക്കുമ്പോൾ ശരീരം തുണ്ടോ ആയാലും കുഴപ്പമില്ല, മനസ്സിൻ്റെ സമനില തെറ്റിയാലും കുഴപ്പമില്ല. കാരണം ആത്മാവാണ്, ശരീരമാണ്. മനസ്സും ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ആത്മാവിനെ ഒന്നും ബാധിക്കാത്ത കാര്യങ്ങളാണ്. ആത്മാവിന് വേണ്ടുന്നത് ആ പരമാത്മാവായിട്ടുള്ള ഒരു സമ്പർക്കമാണ്. അത് ലഭിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ. ആ ഒറ്റ ഹരേ കൃഷ്ണ മഹാമന്ത്രം മതി നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നിന്നും രക്ഷിച്ച് അക്കരെ എത്തിക്കാൻ, ഭഗവാന്റെ ലോകത്തേക്ക് എത്തിക്കാൻ. പക്ഷേ ആരാണ് തടസ്സം നിൽക്കുന്നത്? നമ്മൾ തന്നെയാണ് തടസ്സം നിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാമോദര മാസം വരികയാണ്. എല്ലാവരും ദാമോദരാരതി ചെയ്യണം. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഗോലോകൻ TV വന്നിട്ടുണ്ട്. ഇനിയും ഗോലോകൻ TV സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭക്തരുണ്ടെങ്കിൽ ഗോലോകൻ TV യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ പല വീഡിയോസും ഇൻഫർമേഷൻ, ഓരോ വൈഷ്ണവ തിഥി അനുസരിച്ചുള്ള ഉത്സവങ്ങൾ, അതെല്ലാം അതിൽ വരാറുണ്ട്. അപ്പോൾ ദാമോദര മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കലണ്ടർ മലയാള മാസം അനുസരിച്ചാണ്, മലയാളം കാൽക്കുലേഷൻ അനുസരിച്ചാണ്. പക്ഷേ വൈഷ്ണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് ഭക്തർ ഭഗവാന്റെ തിഥികളുമായിട്ട് കണക്ട് ചെയ്ത് റെഡിയാക്കിയ കലണ്ടറാണ് വൈഷ്ണവ കലണ്ടർ. അപ്പോൾ ഇപ്പം ചില വ്യക്തികൾ വിചാരിക്കാൻ നമ്മൾ വൈഷ്ണവരല്ല, നമ്മൾ ശൈവരാണ്, നമ്മൾ ശിവനെ ആരാധിക്കും, നമ്മൾ ശക്തി ആരാധിക്കുന്നവരാണ്. വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ അതിൽ ശൈവരും വരും, ശക്തേരും വരും. കാരണം മഹാദേവന് ഏറ്റവും വലിയ വൈഷ്ണവനാണ്. ശക്തി ദേവി വൈഷ്ണവിയാണ്, നാരായണിയാണ്, ഭഗവാന്റെ ഭക്തിയാണ്. അതുകൊണ്ട് ശൈവരെന്ന് ചിന്തിക്കുന്നതും ശാക്തേരെന്ന് ചിന്തിക്കുന്നതും തെറ്റിദ്ധാരണയാണ്. അത് അവരുടേതായിട്ടുള്ള വിഭാഗീയത, അവരുടേതായിട്ടുള്ള വർഗീയത അവർ തന്നെ സൃഷ്ടിച്ചതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാ ജീവാത്മാക്കളും വൈഷ്ണവരാണ്, ഭഗവത് ഭക്തരാണ്, ഭാഗവതരാണ് എല്ലാവരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ വൈഷ്ണവ കലണ്ടർ അനുസരിച്ച് ദാമോദര മാസം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഒക്ടോബർ 8 മുതലാണ്. പക്ഷേ ഒക്ടോബർ 7 മുതലേ നിങ്ങൾക്ക് തുടങ്ങാം. പൗർണമി ഏകാദശി മുതലും തുടങ്ങിയിട്ടുണ്ട് ചില ഭക്തർ. അതായത് മെനഞ്ഞാമത്തെ ഏകാദശി 3-ാം തീയതി നിങ്ങളുടെ സൗകര്യാർത്ഥം തുടങ്ങാം. അപ്പോൾ ഈ ഒരു ദാമോദര മാസം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന്, രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ലീലകൾ നടന്നത് ഈ ഒരു മാസത്തിലാണ്. രാസലീല നടന്നതും ഭഗവാൻ ഗോവർദ്ധനം പൊക്കിയതും പിന്നെ ഭഗവാനെ ഉരലിൽ കെട്ടിയതും, അതൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ട എല്ലാ ലീലകളും നടന്ന ഈ ഒരു മാസമാണ്. അത് ഭാഗവത്തിൽ പരാമർശിക്കുന്ന ആ ലീലകളൊക്കെ. അതുകൊണ്ട് ഈ ഒരു മാസം രാധാറാണിക്കും ഭഗവാനും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു മാസം നമ്മൾ ഒരു മാല ജപിക്കുന്നത് ലക്ഷക്കണക്കിന് മാല ജപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എത്രത്തോളം മാല ജപിക്കാൻ പറ്റുമോ അത്രത്തോളം മാല ജപിക്കണം. 16 മാല നിത്യവും ജപിക്കുന്ന ഭക്തർ 32 മാല ജപിക്കുക, 64 മാല ജപിക്കുക. ഞാൻ ക്ഷേത്ര അന്തേവാസികൾ, ആശ്രമ അന്തേവാസികളോട് പറഞ്ഞിട്ടുണ്ട് ഈ മാസം 64 മാല ജപിക്കണമെന്ന്. പിന്നെ ഭക്ഷണം നിങ്ങൾക്ക് എത്രത്തോളം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്നോ, നിങ്ങളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അത് ചെയ്യുക. ഇപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഭക്തർ 2 നേരം കാക്കാം, 2 നേരം കഴിക്കുന്നവർ 1 നേരമാക്കാം. ഈ മാസം 1 നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടും. അപ്പോൾ എന്ത് കഴിക്കുന്നു എന്ത് കഴിക്കുന്നില്ല എന്നതിനെക്കാട്ടി ഉപരി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നാമം ജപിക്കുന്നു, നമ്മൾ കഴിക്കാതിരിക്കുന്നു ഓക്കെ, പക്ഷേ നാമം ജപിക്കുന്നു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്.
അതായത് ഈ ഒരു മാസം 64 മാല ജപിക്കുകയും ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതും ഭക്തർക്ക് ഒരുപാട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. പക്ഷേ ആരോഗ്യം നോക്കുക. അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അത് രാവിലത്തെ വൈകിട്ടത്തെയും സ്കിപ്പ് ചെയ്ത് ഉച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം രാവിലെ കഴിക്കുമ്പോൾ മുഴുവൻ ദിവസം നമുക്ക് പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്ന ഭക്തരൊക്കെ. അതുകൊണ്ട് ഒരു 12-2 മണിക്ക് ഉള്ളിൽ ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ദഹനക്കേട് ഉണ്ടാവരുത്. രാവിലെ നന്നായിട്ട് വെള്ളം കുടിക്കുക, വൈകിട്ടും വെള്ളം കുടിക്കുക. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്രൂട്ട്സ് കഴിച്ചാലോ. ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് 3 നേരമാവും, 2 നേരമാവും. ഒരു നേരം എന്ന് പറഞ്ഞാൽ ഒറ്റ നേരെ വാ തുറക്കാൻ പാടുള്ളൂ ഭക്ഷണം കഴിക്കാൻ. അതാണ് ഒരു നേരത്തെ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, രാവിലെയും വൈകിട്ടും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്രതമാണ്. പക്ഷെ ഒരു നേരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമേ ഒരു നേരമേ വാ തുറക്കാൻ പാടുള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ എത്രത്തോളം ശക്തമായിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നോ അതിന് അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം നിങ്ങൾ ഓട്ടം അതൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണ്ട എന്ന് ഭഗവാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്രത്തോളം താങ്ങാൻ പറ്റുമോ അതിനനുസരിച്ച്. ഏറ്റവും പ്രധാനമായിട്ട് നാമം ജപിക്കുക എന്നതാണ്. അപ്പോൾ ഒരു നേരം ഭക്ഷണവും 64 മാലയും ജപവും ചെയ്തു കഴിഞ്ഞാൽ കാർത്തിക മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആധ്യാത്മിക പുരോഗതി അനുഭവിച്ചറിയാൻ പറ്റും. സോ പറ്റുന്ന എല്ലാ ഭക്തരും ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുക. വെള്ളം കുടിക്കാം, കഴിക്കുന്നത് ഒരു നേരമാക്കാം അല്ലെങ്കിൽ 2 നേരമാക്കാം. അതായത് 2 നേരം ആക്കുന്ന ഭക്തർ രാവിലെ ഒരു 10 മണിക്കും വൈകുന്നേരത്ത് ഒരു 4 മണിക്കും അങ്ങനെ ചെയ്യാം. ഇനി ഫ്രൂട്ട്സ് മാത്രം പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നോക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ്. അന്നേരം നമ്മൾ ഈ ഒരു കാർത്തിക മാസം എങ്ങനെ ഫോളോ ചെയ്യുന്നോ അതിൽ നിന്ന് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് വേണം അവസാനത്തെ 5 ദിവസം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അന്നം കഴിച്ചിട്ടാണെങ്കിൽ അവസാനത്തെ 5 ദിവസം ഭീഷ്മ പഞ്ചകം എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിരിക്കുക കേട്ടോ. ഞാൻ ഒരിക്കൽ വെള്ളം മാത്രം കുടിച്ച് 5 ദിവസമായിരുന്നു. 2-3 ദിവസം കഴിയുമ്പോൾ പുകഞ്ഞത്ത് 2 ദിവസം വരെ എങ്ങനെയോ പിടിച്ച്. അതായത് കരിക്കും വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് ഭീഷ്മ പഞ്ചക് ഒരു 2-3 ദിവസം, 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് വെപ്രാളം തുടങ്ങി. പക്ഷെ എങ്ങനെയൊക്കെയോ 5 ദിവസം കംപ്ലീറ്റ് ചെയ്തു. 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭക്ഷണം കണ്ടപ്പോൾ കണ്ണി കാണുന്ന എല്ലാം കഴിക്കാൻ തോന്നി. പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ചോറും രസവും മാത്രം കഴിച്ചു. പിന്നെ ഒരുവിധം നിയന്ത്രിച്ചു. പിന്നെ 6-ാമത്തെ ദിവസമായപ്പോൾ ഓക്കെ, നോർമലായി. അപ്പോൾ പക്ഷേ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നു എല്ലാവർക്കും മനസ്സിലാക്കുക, ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് പറ്റുന്ന ഭക്തർ, പ്രത്യേകിച്ച് ഈ കാർത്തിക് മാസം ഈ ബാക്കിയുള്ള എല്ലാ മാസങ്ങളും വെച്ച് ഏറ്റവും പവർഫുൾ മാസമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദാമോദര വിളക്ക് നമ്മൾ എന്തായാലും ചെയ്യണം. അത് ഏറ്റവും പവർഫുള്ളാണ്. ഈ വ്രതങ്ങളെ ഞാൻ ഇപ്പം പറഞ്ഞതിനെക്കാട്ടി ഏറ്റവും പവർഫുള്ളാണ് യശോദ അമ്മയ്ക്കും ദാമോദരനും ഉണ്ണിക്കണ്ണനും വിളക്ക് സമർപ്പിക്കുന്നത്. അത് ഓൾറെഡി ഗോലോകം TV-യിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ യശോദ ദാമോദരൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യാം, പ്രിൻ്റ് ചെയ്തെടുക്കാം. ഭഗവാനെ ഉരലിൽ കെട്ടുന്ന ആ ഫോട്ടോ, മോനെ ആ ഫോട്ടോ കണ്ടു. ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, പ്രിൻ്റ് എടുക്കാം, ലാമിനേറ്റ് ചെയ്യാം. യശോദാമ്മ ഉണ്ണിക്കണ്ണനെ ഉരുളിൽ കെട്ടുന്ന ഈ ഫോട്ടോ. അപ്പോൾ നെയ്വിളക്ക് സമർപ്പിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ നെയ്വിളക്ക് തന്നെ ഇത് കണ്ടോ. ഇപ്പം ഇതിലിപ്പോൾ നെയ്യ് ഇട്ടിട്ടില്ല. നെയ്വിളക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും നോക്കിയാൽ ആദ്യം ഭഗവാന്റെ പാദത്തിൽ 4 പ്രാവശ്യം, 2, 3, 4. പിന്നെ ഭഗവാന്റെ നാഭി 1, 2. പിന്നെ ഭഗവാന്റെ മുഖത്ത് 1, 2,
3. ഓക്കെ, പിന്നെ മൊത്തത്തിൽ 7. 1 2 3 4 5 6 7. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ മാത്രമേ ചെയ്യാവൂ കേട്ടോ. ഇതങ്ങനെ പറഞ്ഞു തരാൻ പാടില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ യശോദ അമ്മയുടെ തൃപ്പാദം 4 പ്രാവശ്യം. 1 2 3 4. യശോദ അമ്മയുടെ നാഭിഭാഗം 1 2. യശോദ അമ്മയുടെ നാഭിയാണ് ഏറ്റവും പവർഫുൾ. അവിടെ നിന്നാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. തീർച്ചയായിട്ടും നമ്മൾ ദേവകീനന്ദനായിട്ടാണ് ഭഗവാനെ അറിയുന്നത്, പക്ഷേ അതിലൊരു രഹസ്യമുണ്ട്. യഥാർത്ഥ യശോദാനന്ദനൻ എപ്പോഴും യശോദാമ്മയുടെ മകൻ തന്നെയാണ്. അത് സത്സംഗത്തിൽ നേരത്തെയുള്ള ഭക്തർക്കറിയാം. അപ്പോൾ ജഗദംബികയായ, ജഗത്തിൻ്റെ മുഴുവൻ അമ്മയായ യശോദാമ്മയുടെ 4 പ്രാവശ്യം പാദം, നാഭി 2 പ്രാവശ്യം, പിന്നെ മുഖത്ത് 3 പ്രാവശ്യം, പിന്നെ 7 പ്രാവശ്യം. 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും അത് നോക്കുക കേട്ടോ. പിന്നെ ഈ വിളക്ക് സമർപ്പിക്കുന്ന സമയത്ത് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ദാമോദരാഷ്ടകം ഓഡിയോ കീർത്തൻ അത് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് അത് പ്ലേ ചെയ്യാം. പിന്നെ അത് ദാമോദരാഷ്ടകം വായിച്ചാൽ അത്രയും നല്ലത്. അതിൻ്റെ മലയാള അർത്ഥം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടും. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ ഞാൻ ഭക്തരോട് പറയാം. ഗോലോകൻ ട്രസ്റ്റിൽ നിന്നും അത് ഇടാം. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ ആരംഭിക്കാം. ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാം. ദാമോദര മാസം ബുധനാഴ്ച മുതലാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്, പക്ഷേ ഇപ്പോഴേ തുടങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മാനസികമായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ദാമോദരാഷ്ടകം ഒന്ന് പാടി നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലുഖലാദവമാനം പരാമൃഷ്ടമത്യന്തദോധൃത്യ ഗോപ്യ രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംഭോജയുഗ്മേന സാദംഗനേത്രം മുഹുശ്വാസകം പാത്രീരേഖാകകണ്ഠ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം ഇതി ദൃക്സ്വലീലാഭിരാനന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജന്തം അഖ്യപിയന്തം തദീയേഷിതജ്ഞേഷു ഭക്തജിതത്വം പുനഃ പ്രേമതസ്ഥം ജതാവൃത്തിബന്ധേ വരം ദേവമോക്ഷം ന മോക്ഷവരിംബ ന ചാന്യം വൃണേഹം വരേശതപീഹ ഇദം തേവ പൂർണ്ണാഥ ഗോപാലബാലം സദാ മേ മനസ്യാവിരാഷ്ടതി മന്യേ ഇദം തേ മുഖാംബോജം അത്യന്തനീലൈ വൃതം കുണ്ഡലൈ സ്നിഗ്ധരക്തൈശ്ച ഗോപ്യ മുഹുശ്ചുംബിതം ബിംബരക്തധരം മേ മനസ്യാവിരാഷ്ടം വിഹലം ലക്ഷ്യലാഭേ നമോ ദേവദാമോദരനന്ത വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖദലബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദിദിനം ബതാനു ഗ്രഹാനേശമാമദ്വിദ്യക്ഷദൃശൈ കുബേരാത്മജോ ബദ്ധമൂർത്തയയദ്വത് त्वया मोचितो भक्तिभाजो कृतौ च तथा प्रेम भक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहो मे अस्ति दामोदरेह नमस्तेस्तु दाम्ने स्फुरद्दिति दाम्ने
त्वदीयोदरायात विश्वस्य दाम्ने नमो राधिकायै त्वदीया प्रियायै नमो नन्तलीलाय देवाय तुभ्यं हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവരും രാവിലെയും വൈകിട്ടും ദാമോദരാഷ്ടകം പാടി അത് ഭഗവാന് വേണ്ടി നെയ് വിളക്ക് സമർപ്പിക്കുക. നെയ്യ് വളരെ കുറച്ചെടുത്താൽ മതി. നെയ്യ് ആ തിരി നെയ്യിലൊന്ന് മുക്കി ഒരു ഇതായിട്ട് ചെയ്യുക. വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ടും ചെയ്യിപ്പിക്കുക. വെജിറ്റേറിയനായിട്ടിരിക്കാൻ പറയുക ഈ മാസം. കാരണം ആരൊക്കെ നെയ് വിളക്ക് ദാമോദരന് സമർപ്പിക്കുന്നു അവർക്കൊക്കെ ഭക്തിയിൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ നിർബന്ധിച്ചാണെങ്കിൽ പോലും അത് ചെയ്യാൻ പറയുക. അതിലൂടെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടും. അപ്പം കുറച്ച് ചട്ടികൾ വയ്ക്കുക. ഒഴിഞ്ഞ വിളക്ക് വീണ്ടും ഒഴിയാതിരിക്കുക. കാരണം അത് ഓൾറെഡി ഒഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഒരു ചട്ടിയിൽ തിരി ഇങ്ങനെ നെയ്യിൽ ഇങ്ങനെ മുക്കി വെച്ചിരുന്നാൽ മതി, പല ഇതായിട്ടും. എന്നിട്ട് മുക്കിയിട്ട് അതിലൊന്ന് നെയ്യൊന്ന്, കാരണം കുറച്ച് നേരമല്ലേ നമ്മൾ ആരതി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ വെച്ച് ഭഗവാന് നെയ്യ് ഒഴിയുക. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചട്ടി, എന്നൊരു 4-5 ചട്ടികൾ വയ്ക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. സത്യവ്രത മുനിയാണ് ഇത് ഭഗവാന് വേണ്ടി രചിച്ചത് ഈ കീർത്തനം. അപ്പോൾ പറയുന്നു, സച്ചിദാനന്ദ രൂപനായ മകരകുണ്ടലങ്ങൾ ധരിക്കുന്ന ഭഗവാന്റെ ആ മകരകുണ്ടലങ്ങൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ ചെവിയിൽ. അപ്പോൾ ഗോകുലത്തിൽ താമസിക്കുന്ന ഉണ്ണിക്കണ്ണൻ മകരകുണ്ടലങ്ങളും ധരിച്ച് ആ മകരകുണ്ടലങ്ങളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് എന്ത് ചെയ്തു, ആ വെണ്ണച്ചട്ടി പൊട്ടിച്ചിട്ട് യശോദാമ്മ ഇങ്ങനെ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചത്. അന്നേരം പാല് ഇങ്ങനെ കവിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് യശോദാമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഉണ്ണിക്കണ്ണന് ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ അവിടുന്ന് ചട്ടി പൊട്ടിച്ചു. എന്നിട്ടും ഭഗവാനെ തൃപ്തി വരിച്ചു. ഭഗവാൻ ഓടിച്ചെന്ന് വെണ്ണ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവിടെ ഒരു ഉരലിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വെണ്ണയെല്ലാം മോഷ്ടിക്കുകയാണ്. എന്നിട്ട് തിന്നുകയാണ്. ഭഗവാൻ തിന്നു. എന്നിട്ട് കുരങ്ങന്മാർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് യശോദാമ്മ ഓടി വരികയാണ്. യശോദാമ്മയ്ക്ക് ഉള്ളിൽ ചിരിയും വരുന്നു, പക്ഷേ പുറമെ ദേഷ്യവും കാണിക്കുക. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടുകയാണ് അവിടുന്ന്. അപ്പോൾ ഓടുന്ന സമയത്ത് ആ ദൃശ്യം സത്യവ്രത മുനി കാണുകയാണ്. മകരകുണ്ടലങ്ങൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു, ഭഗവാൻ ഓടുന്നു, ഉണ്ണിക്കണ്ണൻ ഓടുന്നു. അപ്പോൾ തൊട്ട് പുറമെ യശോദാമ്മയുടെ അടി മേടിച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ യശോദാമ്മ പുറമെ ഓടി വളരെ വേഗതയിൽ പോയി ഉണ്ണിക്കണ്ണനെ പിടിക്കുകയാണ്. അന്നേരം ആ യശോദാമ്മ പിടിച്ച ആ ഉണ്ണിക്കണ്ണനെ ഞാനിങ്ങനെ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് സത്യവ്രത മുനി. അപ്പോൾ പറയുന്നു, ആ യശോദാമ്മയുടെ കയ്യിലുള്ള വടി കണ്ടിട്ട് ഭഗവാൻ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ കരയുന്നു, കൈവച്ച് ഇങ്ങനെ തിരുമി കരയുകയാണ്. എന്നിട്ട് ഭഗവാന്റെ തൃക്കൈകൾ താമര പോലെ ഇരിക്കുന്ന സുന്ദരമായിട്ടുള്ള കൈകൾ കൊണ്ട് താമരക്കണ്ണ് ഇങ്ങനെ തിരുമി ഇങ്ങനെ കരയുന്നു ഉണ്ണിക്കണ്ണൻ. എന്നിട്ട് ഉണ്ണിക്കണ്ണൻ്റെ കണ്ണിൽ ഭയം കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഭഗവാന്റെ കഴുത്തിലുള്ള മുത്തുമാലകൾ, പവിഴത്തിൻ്റെ ആ മുത്തുമാലകളുണ്ടല്ലോ, അതിങ്ങനെ വിറയ്ക്കും. ആ മാല വിറയ്ക്കുന്നു, അത്രയ്ക്ക് ഭയത്തിലിരിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ വീണ്ടും ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് പേടിച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ദാമോദരന് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അത് ആ ദാമോദരൻ എന്ന പേരെന്ന് പറഞ്ഞാൽ അരയിൽ വയറിൽ ഇങ്ങനെ കയറ് വെച്ച് കെട്ടിയവൻ, അതാണ് ഉദരത്തിൽ ഇങ്ങനെ ദാമം കൊണ്ട് ഇരിക്കുന്നവൻ, അതാണ് ദാമോദരൻ. അപ്പോൾ ഇവിടെ പറയുന്നു, ആ വെറും ഒരു കയറ് വെച്ചല്ല കെട്ടിയിരിക്കുന്നത്, പക്ഷെ ഭഗവാൻ അമ്മയോടുള്ള ആ ഒരു സ്നേഹം, അതായത് ഭഗവാൻ യശോദാമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നു
ആ സ്നേഹത്തിൻ്റെ പ്രതീകം, അതായത് യശോദാമ്മയുടെ സ്നേഹം മാത്രമല്ല കയറ്, ഭഗവാന് യശോദാമ്മയുടെ അടുത്തുള്ള ആ സ്നേഹം, അതാണ് ആ കയറ്. അപ്പോൾ വെറും ഒരു കയറ് വെച്ചല്ല ഉണ്ണിക്കണ്ണനെ കെട്ടിയിരിക്കുന്നത്, ഭഗവാന്റെ സ്നേഹം, യശോദാമ്മയുടെ ഉള്ള ആ സ്നേഹമാകുന്ന കയറ് വെച്ച് കെട്ടിയിരിക്കുന്ന ആ ദാമോദരനെ ഞാൻ പ്രണമിക്കുന്നു. എന്നിട്ട് അടുത്ത 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇങ്ങനെ എത്രയോ ലീലകൾ ഉണ്ണിക്കണ്ണൻ ഗോകുലത്തിൽ ചെയ്തിരിക്കുന്നു. അങ്ങനെ ലീലകൾ ചെയ്ത് ഗോകുലവാസികളെ എല്ലാം ആനന്ദത്തിൽ മുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങയുടെ ആ ഐശ്വര്യവും അങ്ങയുടെ ആധിപത്യവും അതിനപ്പുറത്തായിട്ട് അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ പറ്റൂ. അത് വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ അല്ലേ. അപ്പോൾ ഈ ദാമോദരാഷ്ടകം വളരെ കട്ടിയുള്ള ശ്ലോകമാണ്, കേൾക്കാൻ വളരെ മധുരമാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പാണ്. ഭയങ്കര ഡീപ്പെന്ന് പറഞ്ഞാൽ അതാണ്, ഒരു കവി ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അത് ഒരു വെറും വരികളല്ല, അതിൽ ആ ഭക്തൻ്റെ ഫീലിങ്സാണ്. അപ്പോൾ ആ ഭക്തൻ വർഷങ്ങൾക്ക് ശേഷം ഇനി കുറേ പേര് എൻ്റെ കവിതകൾ വായിക്കും, എനിക്കൊരു അവാർഡ് കിട്ടും എന്നൊരു പ്രതീക്ഷ, അങ്ങനെ ഒരു ഇതിനു വേണ്ടിയല്ല ഇവരെ എഴുതുന്നു. അവർക്ക് എന്താണോ ഭഗവാനോട് പറയാനുള്ളത് അത് അവരങ്ങ് പറയുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഭഗവാന്റെ ഐശ്വര്യത്തിലും ആധികാര്യത്തിലും ആധിപത്യത്തിലും ആകർഷിതരാകുന്നതിനപ്പുറത്തായിട്ട്, അതായത് ഇപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയം കാണും, ഈശ്വരൻ എന്നുള്ള ഭയം. പക്ഷെ അവിടെ ഭയം വരുമ്പോൾ അവിടെ പ്രേമം വരത്തില്ല അല്ലേ. അപ്പോൾ ഈശ്വരൻ, ഞാനിത് ചെയ്തില്ലെങ്കിൽ ഭഗവാന് ദേഷ്യം വരും, ഈശ്വരൻ എന്നോട് ദേഷ്യം തോന്നും, ഈശ്വരൻ ഇത് ചെയ്താലോ, എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായാലോ, ഭയഭക്തി. പക്ഷെ അതൊരു ഭക്തിയല്ല, അതൊരു രസമില്ല. അതിനപ്പുറത്തായിട്ടാണ് ആദരവ്, ബഹുമാനം, ഭഗവാന്റെ ആ ഐശ്വര്യത്തെ, ഭഗവാൻ നമ്മുടെ ഒരു ചക്രവർത്തിയാണ്, ഈ ലോകത്തിൻ്റെ മുഴുവൻ അഖില കൂടി ബ്രഹ്മാണ്ഡ നായകനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അന്നേരം ഇത് ഭയഭക്തിയെക്കാട്ടും കുറച്ചും കൂടെ ബെറ്ററാണ്, കാരണം ഭഗവാനോട് ഒരു ആദരവ്, മനസ്സിലായില്ലേ. പക്ഷെ ഇതിനും അപ്പുറത്താണ് പ്രേമം. ഭഗവാൻ സർവ്വലോകാധിപനായതുകൊണ്ടല്ല നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നത്, നമുക്ക് ഭഗവാനെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഭഗവാനെ സ്നേഹിക്കും. ആള് സർവ്വലോകാധിപനാണെങ്കിലും അല്ലെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല. ആള് നമ്മളെ സംരക്ഷിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗുരുവായൂരപ്പനെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇഷ്ടമാണ്. അതാണ് പറയുന്നത്, അങ്ങനെയുള്ള ഭക്തർക്ക് മാത്രമേ ഈ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ, ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ ഭഗവാൻ ചെയ്ത ലീലകൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അവർക്ക് മാത്രമേ അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. സത്യമല്ലേ അത്? എത്ര ഡീപ്പ് മീനിങ് ആണ് നോക്കണേ. നമ്മൾ ഇത്രയും കാലം അതൊന്നും ചിന്തിച്ച് കാണത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആ ഭയഭക്തിക്കും ആദരവ്, ബഹുമാനം, അതിനൊക്കെ അപ്പുറത്തായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ ആനന്ദിക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ ലീലകളുടെ മാധുര്യം മനസ്സിലാക്കാൻ പറ്റൂ. അന്നേരം അങ്ങനെയുള്ള ദാമോദരന് ഞാൻ വീണ്ടും വീണ്ടും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു, 1000 തവണ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ഏത് വരം പോലും തരാൻ അങ്ങയ്ക്ക് പ്രാപ്തിയുണ്ട്, പക്ഷെ എനിക്ക് ഒരു വരം പോലും വേണ്ട കൃഷ്ണ, ഒന്നും വേണ്ട, എനിക്ക് മോക്ഷം പോലും വേണ്ട, എനിക്ക് എന്തിനേറെ പറയുന്നു വൈകുണ്ഠത്തിൽ വാസവും വേണ്ട, എനിക്ക് ഒരു തരത്തിലുള്ള വരം പോലും വേണ്ട. എനിക്ക് എന്താ വേണ്ടുന്നത്, അങ്ങ് ഈ വൃന്ദാവനത്തിൽ ഈ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ അങ്ങ് കളിക്കുന്നില്ലേ, ആ രൂപം എന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണേ. കാരണം മറ്റുള്ള വരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? സൂപ്പർ അല്ലേ. മോക്ഷം എന്ത് വരം കിട്ടിയാൽ, ഈ ഭൗതിക ലോകത്തിൽ എന്ത് സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? എനിക്ക് വൈകുണ്ഠവാസം കിട്ടിയാലും എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് കാണേണ്ട എന്താ, അങ്ങയുടെ ആ ബാലഗോപാല രൂപം എന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം, വേറെ ഒരു വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃഷ്ണ. അടുത്ത പറയുന്നു, അങ്ങയുടെ ആ താമര പോലെ ഇരിക്കുന്ന സുന്ദര മുഖം, അതിസുന്ദരമായിട്ടുള്ള ചുരുണ്ട മുടികളൊക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വന്നിങ്ങനെ കിടക്കുന്നു. ആ സുന്ദരമായിട്ടുള്ള മുഖത്തെ യശോദാമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു.
ഹരേ കൃഷ്ണ. ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ യശോദാമ്മ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അങ്ങയുടെ ആ ചുണ്ടുകൾ നല്ല ചുവപ്പായിട്ട്, അതായത് ബിംബപ്പഴം പോലെ, ബിംബപ്പഴം അത് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അന്നേരം അത് ഇങ്ങനെ നല്ല ചുമന്നിരിക്കുകയാണ്. അങ്ങയുടെ ആ ചുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്ക് ചുവപ്പാണ് ഭഗവാന്റെ നല്ല നല്ല ചുണ്ടുകളാണ് ഭഗവാന്റെ. അന്നേരം ആ ഭഗവാന്റെ ആ കവിളത്ത് യശോദാമ്മ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങയുടെ സുന്ദരമായിട്ടുള്ള ചുണ്ടുകൾ ഞാൻ കാണുന്നു. അന്നേരം അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ മുഖം എന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. വേറെ മറ്റ് വരങ്ങൾ കൊണ്ട്, ആയിരക്കണക്കിന് വരങ്ങൾ പോലും, കോടാനുകൂടി വരങ്ങൾ പോലും അങ്ങേക്ക് എനിക്ക് നൽകാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ അടുത്ത പറയുന്നു, ഭഗവാനെ ദാമോദര, അനന്ത വിഷ്ണു, അനന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്കൊരു അന്ത്യമില്ല, അങ്ങേക്കൊരു തുടക്കമില്ല, അനന്തനാണ് അങ്ങ്, അങ്ങേക്ക് അനന്ത ശക്തികളുണ്ട്. അന്നേരം അനന്ത വിഷ്ണു, സർവാധിപനായ ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, അങ്ങ് എന്നിൽ സംപ്രീതനാകണേ. അങ്ങയുടെ ആ കാരുണ്യ കൃപാകടാശം എന്നിൽ ചൊരിയണമേ. ഈ മൂഢനായ തുച്ഛനായിട്ടുള്ള ഈ വിഡ്ഢിയെ സംസാര സാഗരത്തിൽ നിന്നും അങ്ങ് രക്ഷിക്കണേ. എൻ്റെ ഈ കണ്ണുകളിൽ അങ്ങയുടെ ദർശനം നൽകണമേ. ഇതാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം സത്യവ്രത മുനി ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ആരല്ലേ? എന്നിട്ട് പറയുന്നു, ദാമോദര, അങ്ങ് കുബേരൻ്റെ 2 മക്കളെയും, മണിഗ്രേവനും നളകുബേരനെ മണിഗ്രീവനെ അങ്ങ് രക്ഷിച്ചു അല്ലേ? അത് നമുക്കറിയാം അല്ലേ? ഭഗവാൻ ദാമോദരനായിട്ട് ഭഗവാൻ ഇങ്ങനെ ഉരലിൽ യശോദാമ്മ കെട്ടിയിട്ടപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നാരദ മഹർഷിയുടെ ശാപത്താൽ 2 മരങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു അവിടെ. എന്തുകൊണ്ട് ശാപിച്ചു? കാരണം നളകുബേരനും മണിഗ്രീവനും കുബേരൻ്റെ മക്കളാണ്. അന്നേരം കുബേരൻ്റെ ഉദ്യാനത്തിൽ കുറേ അപ്സരസുകളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളത്തിൽ. നഗ്ന അവസ്ഥയിലായിരുന്നു. നാരദ മഹർഷിയെ കണ്ടിട്ട് പോലും അവർ ആ ഉന്മത്ത അവസ്ഥയിൽ ലഹരിയും കഴിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല, സുബോധമില്ലായിരുന്നു. അപ്പോൾ നാരദ മഹർഷിക്ക് കാരുണ്യം തോന്നി അവരെ അനുഗ്രഹിക്കുകയാണ്. അതൊരു ശാപമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗുരുവിൽ നിന്ന് എന്ത് കിട്ടിയാലും, അത് വഴക്കാണെങ്കിലും ശരി, എന്തായാലും ശരി, അതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ നാരദ മഹർഷി ചിന്തിച്ചു, ഇവർ സ്വയം ഭഗവാന്റെ അടുത്ത് ഒരു താല്പര്യം കാണിക്കുന്നില്ല, ഒരു ഇതും കാണിക്കുന്നില്ല, അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തുന്നില്ല. ഇവർ സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നല്ലൊരു പണി കൊടുക്കാം. അതിലൂടെ അവർ ഭഗവാനെ നേരിട്ട് കാണുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ, ഭഗവാന്റെ ഭക്തരായിട്ട് മാറട്ടെ. അങ്ങനെ ഒരു ശാപം കൊടുത്തു. എങ്ങനെയാണോ നിങ്ങളിപ്പോൾ ശരീരബോധത്തിൽ മഗ്നരായിട്ടിരിക്കുന്നത്, ഇതേപോലെ നിങ്ങളൊരു മരമായിട്ട് എത്രയോ വർഷം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശാപം കൊടുത്തു. അപ്പോൾ ഉടനെ അവർ 2 പേരും കാൽക്കൽ വീണപ്പം പറഞ്ഞു, വിഷമിക്കേണ്ട, നിങ്ങൾ ഗോകുലത്തിലായിരിക്കും മരങ്ങളായിട്ട് മാറുന്നത്, അവിടെ ഭഗവാൻ അവതരിക്കും, ഭഗവാന്റെ സ്പർശനത്താൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ യശോദാമ്മയ്ക്ക് ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, യശോദാമ്മ ഇങ്ങനെ ഭഗവാന് വേണ്ടി ഇങ്ങനെ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഉള്ളിലാണെങ്കിൽ പാലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം ആചാര്യന്മാർ പറയുന്നു. കാരണം ഭഗവാൻ ഇങ്ങനെ വെണ്ണ മോഷ്ടിക്കാൻ തുടങ്ങി. അതായത് എഴുന്നേറ്റ് നടക്കാറായപ്പോൾ മുതലേ മോഷണം തുടങ്ങിയതല്ല. അപ്പോൾ യശോദാമ്മ വിചാരിച്ചു, ഇവിടുത്തെ ഞാൻ കൊടുക്കുന്ന വെണ്ണ ശരിയല്ല, അതായിരിക്കും പ്രശ്നം. അപ്പോൾ 9 ലക്ഷം പശുക്കളുണ്ടേ. ഇത് കൂടാതെ വളരെ സ്പെഷ്യലായിട്ട് കുറച്ച് പശുക്കളെ യശോദാമ്മ കൊണ്ടുവന്നു. അതായത് അവർക്ക് കൊടുക്കുന്ന പുല്ലെന്ന് പറഞ്ഞാൽ ആയുർവേദ സസ്യങ്ങൾ, അതായത് നല്ല ഔഷധീയ ഗുണങ്ങളുള്ള പ്രത്യേകതരം പുല്ലുകൾ മാത്രം കൊടുക്കുന്ന കുറച്ച് പശുക്കൾ. അവരിൽ നിന്ന് കടഞ്ഞെടുത്ത പാലാണ്, അതായത് ഭഗവാന് വേണ്ടി മാത്രം. അപ്പോൾ യശോദാമ്മയുടെ സ്നേഹം എന്തുമായിരിക്കും അല്ലേ? അന്നേരം എൻ്റെ ഉണ്ണിക്കണ്ണൻ ഇനി പുറത്തു പോയി ഒന്നും മോഷ്ടിക്കരുത്, അതുകൊണ്ട് ഇവിടുത്തെ പാലൊന്നും ശരിയാ, ഈ 9 ലക്ഷം പശുക്കളുടെ പാലും ശരിയല്ല, അതുകൊണ്ട് വേറെ പശുക്കൾ കുറച്ച് പേര്, അതിൽ നിന്ന് സ്പെഷ്യലായിട്ട് അവർക്ക് കൊടുക്കുന്ന തീറ്റ അതേപോലെ, കാരണം ആ തീറ്റയാണല്ലോ പാലാവുന്നത്, അതുകൊണ്ട് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള, നമ്മൾ പുല്ലെന്ന് പറഞ്ഞാൽ പുല്ല് അത്രയേ ഉള്ളൂ. പക്ഷേ യശോദാമ്മ നോക്കണേ, സ്പെഷ്യൽ പുല്ലിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പുല്ലാണ് കൊടുക്കുന്നത്. പ്രത്യേക ഔഷധീയ ഗുണങ്ങളുള്ള പുല്ലുകൾ വെച്ച് അത് മാത്രം തീറ്റയായിട്ട് കൊടുത്ത് അതിൽ നിന്ന് കറന്നെടുത്ത പാലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെടുത്ത എന്താ പറയുന്നത്
തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിക്കണ്ണൻ വന്നിട്ട് അമ്മ എനിക്ക് വിശക്കുന്ന, എനിക്ക് പാല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ മടിയിലിരുത്തി യശോദാമ്മ പാല് കൊടുത്തോണ്ടിരിക്കുക, മുലപ്പാല് കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഉണ്ണിക്കണ്ണൻ അന്നേരത്തേക്ക് അകത്ത് ഇങ്ങനെ പാലിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് യശോദാമ്മയ്ക്ക് തോന്നി. ആ സമയമായി എന്ന് പറയുമ്പോൾ ഉണ്ണിക്കണ്ണനെ താഴെ വെച്ചു. അപ്പം അവന് ദേഷ്യം പാല് കുടിക്കാൻ മൊത്തം വയറ് നിറയെ കുടിക്കാൻ പറ്റിയില്ല. അകത്തിരിക്കുന്ന ഞാനാണോ ഇമ്പോർട്ടൻ്റ് അതോ അകത്തിരിക്കുന്ന പാല്? അതാണ് ഭഗവാൻ ദേഷ്യം. അപ്പോഴത്തേക്ക് ഭഗവാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന ഒരു അമ്മി എടുത്തിട്ട് അവിടുത്തെ ചട്ടി യശോദമ്മ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കടഞ്ഞിരുന്നോണ്ട് ആ ചട്ടി പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോഴാണ് ഭഗവാന് അബദ്ധമായി തോന്നി. കാരണം ഇത്രയും നാളും ഈ ഭഗവാന്റെ ഈ കുസൃതി യശോദമ്മയ്ക്ക് അറിയത്തില്ല, എല്ലാം സീക്രട്ട് ആയിരുന്നു. ഭഗവാൻ ഒളിച്ചും പാത്തുമായിരുന്നു. കൂട്ടുകാരുമായിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ ആയിരുന്നു മോഷണം. എന്നിട്ട് അവരൊക്കെ കംപ്ലൈന്റ് പറയുമ്പോഴത്തേക്ക് ഭഗവാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് യശോദാമ്മയ്ക്ക് എപ്പോഴും ഭഗവാനിലാണ് വിശ്വാസം. കാരണം മോൻ എന്ത് പറഞ്ഞാലും അത് സത്യമാണ്. അതിനപ്പുറം ഈ ലോകത്ത് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. യശോദാമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അതിനപ്പുറം ഒന്നും യശോദാമ്മയ്ക്ക് കേൾക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് യശോദാമ്മയുടെ മുമ്പിൽ ഇതുവരെയും കള്ളത്തരം കാണിച്ചില്ല. അപ്പം ദേഷ്യത്തിന് ഭഗവാൻ ചട്ടി എടുത്ത് പൊട്ടിച്ചു. അബദ്ധമല്ല, ഇനിയിപ്പോ അപ്പോഴത്തേക്ക് അവിടെ ഒരു പൂച്ചയെ കണ്ട്. പൂച്ചയുടെ മീശയിലൊക്കെ ഈ വെണ്ണയെല്ലാം എടുത്ത് പുരട്ടിക്കൊണ്ട് ഈ പൂച്ച ചട്ടി പൊട്ടിച്ചതാണെന്ന് എന്നിട്ട് അവിടെ നിന്ന് ഓടി. പക്ഷെ ഈ വെണ്ണ ചവിട്ടിയ പാദം ഇങ്ങനെ കാണാൻ പറ്റും, എങ്ങോട്ടാ ഓടുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇതെന്ത് ഭഗവാനാണ്, എന്ത് ഭഗവാനാണെന്ന് നമ്മൾ വിചാരിക്കും. ആൾക്ക് ഇത്രയും അറിഞ്ഞൂടെ. ഇതാണ് ലീല. എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയാത്ത പോലെ ആൾ നടിക്കും. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ഓടുകയാണ്, ഈ വെണ്ണയും ചവിട്ടി ഓടുകയാണ്. അന്നേരം ഭഗവാന്റെ തൃപ്പാ ചിഹ്നം കാണാൻ പറ്റുന്നുണ്ട്. ആ വെണ്ണ ചവിട്ടി ആ വെണ്ണയുടെ വൈറ്റ് ആയിട്ട് ഭഗവാന്റെ ഫുട് പ്രിന്റ്സ് കാണാൻ പറ്റും. അപ്പൊ യശോദാമ്മ ഒന്ന് നോക്കി പാലെല്ലാം താഴെ വെച്ചിട്ട് നോക്കും. ഇതെന്തു വെച്ച് എന്നാലും ഉണ്ണിക്കണ്ണൻ ഒരിക്കലും ഇത്രയും കുസൃതി കാണിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ യശോദാമ്മയ്ക്ക് ഓരോ ആൾക്കാരും പറഞ്ഞ കംപ്ലൈൻറ്റ്സ് എല്ലാം ഓർമ്മ വന്നത്. അപ്പൊ ഇത് ശരിയായിട്ട് അപ്പം ഭഗവാൻ വിചാരിച്ചു, അയ്യോ പെട്ടുപോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഓടിയിട്ട് എന്ത് ചെയ്ത്, ടെൻഷൻ കാരണം വിശപ്പും തോന്നുന്നു, പാല് കുടിച്ച മതിയായിട്ടില്ലേ. അപ്പോഴത്തേക്ക് എവിടെയാണോ വെണ്ണ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഓടി. അന്നേരം എത്തുന്നില്ല, ഉയരത്തിലാണ്. ഉടനെ അവിടെ ഉള്ള ഉരലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറി ഭഗവാൻ വെണ്ണ കഴിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും കുരങ്ങന്മാരെല്ലാവരും വന്ന് അവരെല്ലാവരും വിളിച്ച് അവർക്കും കൊടുത്തു. അപ്പോഴത്തേക്ക് യശോദാമ്മ ഇതെല്ലാം ഒളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം പറഞ്ഞു, ഇവന് നല്ല ശിക്ഷ കൊടുത്തു. അപ്പോൾ ഈ ഗോപിയന്മാർ പറഞ്ഞതെല്ലാം ശരിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, യശോദാമ്മ വടിയെടുത്തിട്ട് അടിക്കാൻ വരികയാണ്. അപ്പോഴത്തേക്ക് ഭഗവാന് മനസ്സിലായി, എന്താ അമ്മ വരുന്നു, അടിക്കാനായിട്ട് വരുന്നു. ഭഗവാൻ ഉടനെ അത് നമ്മുടെ ലിറ്റിൽ കൃഷ്ണൻ ലീല വളരെ മനോഹരമായിട്ട് കാണിച്ചു. അതായത് ഭഗവാൻ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ, കുരങ്ങൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുക, കുരങ്ങന്റെ കണ്ണിലെ കൃഷ്ണമണിയില് യശോദാമ്മ വടിയായിട്ട് വരുന്നതാണ്. ഉടനെ ചാടി അവിടുന്ന് ഒരു ഓട്ടം ഓടുകയാണ്. അപ്പൊ യശോദാമ്മ പുറകെ ഓടുകയാണ്. അന്നേരം ഈ ഒരു കാവ്യത്തിൽ വളരെ ചുരുക്കി മധുരമായിട്ട് അത് പറഞ്ഞിരിക്കുക. പക്ഷെ കുറെ ഓടി, ഭഗവാൻ കുറെ ഓടി എന്നാ പറയുന്നത്. കുറെ ഓടി യശോദാമ്മ തളർന്നു. യശോദാമ്മയുടെ തലയിലുണ്ടായിരുന്ന പൂക്കളൊക്കെ താഴെ വീണ് മുടി അഴിഞ്ഞു. യശോദാമ്മയ്ക്ക് കുറച്ച് ഗോപികമാരെല്ലാം കുറച്ച് തടിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ണിക്കണ്ണനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര സ്പീഡായിട്ട് ഓടും. പാവം യശോദാമ്മ ഓടി തളർന്നു എന്നാണ് പറയുന്നത്. അവസാനം എങ്ങനെയൊക്കെയോ അവസാനം ഭഗവാനെ പിടിക്കുകയാണ്. ഭഗവാൻ പിടികൊടുക്കുകയാണെന്ന് പറയുന്നതായിരിക്കും സത്യം. അല്ലാതെ ആചാര്യന്മാർ പറയുന്നു വലിയ വലിയ യോഗികൾക്ക് പോലും ഭഗവാനെ പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഭഗവാനെ ഒരു
ഗോപികയ്ക്ക് പിടിക്കാൻ പറ്റുന്ന എന്നാണ് ആചാര്യന്മാർ ചോദിക്കുന്നത്. പക്ഷെ ഇതൊരു സാധാരണ ഗോപികയല്ലല്ലോ, ഭഗവാന്റെ അമ്മയല്ലേ. അപ്പം ഭഗവാൻ പിടി കൊടുത്തു. പിന്നെ വേറെ രസകരമായിട്ട് വേറൊരിടത്തും പറയുന്നു, ഭഗവാൻ ഓടി അപ്പോൾ യശോദാമ്മ ഇങ്ങനെ ഭഗവാനെ പിടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം പറയുന്നുണ്ട്. ഗോകുലത്തിൽ തന്നെയുള്ള ഒരു മൺചട്ടി വയ്ക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കടയിലേക്ക് ഭഗവാൻ ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചട്ടിക്കകത്തോട്ട് ഭഗവാൻ ഇങ്ങനെ ഒളിച്ചു വയ്ക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഭഗവാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ യശോദാമ്മയ്ക്ക് നേരെ ചെന്ന് മുന്നിൽ പെടുകയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പിടിച്ചതിന് ശേഷം യശോദാമ്മ വിചാരിച്ചു, അങ്ങനെ വടി കാണിച്ചപ്പം ഭഗവാൻ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. ഇവിടെ പറയുന്ന പോലെ ഭഗവാൻ പേടിച്ചിങ്ങനെ കരഞ്ഞ് വിറയ്ക്കുകയാണ്. അപ്പോൾ യശോദാമ്മ വിചാരിച്ചു, അയ്യോ എൻ്റെ പാവം കുട്ടി ഈ ചെറുപ്രായത്തിൽ ഇത്രയും പേടിച്ചു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും അസുഖം വന്നാലോ എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ ആ വടി മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് വടി മാറ്റി വെച്ചിട്ട് എന്ത് പറ്റുന്ന യശോദാമ്മ പക്ഷെ എന്നാലും ഇവൻ്റെ കുസൃതിക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണ് ഈ കയറിൽ കെട്ടാൻ നോക്കുന്നത്. പക്ഷെ കയറിൽ കെട്ടാൻ നോക്കിയപ്പോൾ ഭഗവാനെ കെട്ടാൻ പറ്റുന്നില്ല. എത്ര കെട്ടാൻ, കാരണം എന്താ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഉള്ളിലായിരിക്കുന്നത്. അപ്പം ഭഗവാനെ കെട്ടണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കെട്ടണം. അത് പറ്റത്തില്ല. അപ്പോൾ ഓരോ കയറെടുക്കുമ്പോഴും 2 വിരലിൻ്റെ ഗ്യാപ്പ് വരുമെന്നുള്ളൂ. വീണ്ടും കയറ് കെട്ടാൻ നോക്കുമ്പോൾ വീണ്ടും 2 വിരലിൻ്റെ ഗ്യാപ്പ് വരും. വീണ്ടും അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും കെട്ടാൻ പറ്റുന്നില്ല. അവസാനം പക്ഷേ യശോദാമ്മയ്ക്ക് ടെൻഷൻ വരികയാണ്. കാരണം എൻ്റെ കുഞ്ഞ് ഇങ്ങനെ കുസൃതി കാണിച്ചാൽ ശരിയാവത്തില്ല എന്നുള്ള ഒരു പേടി യശോദാമ്മയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ യശോദാമ്മയുടെ ആ സ്നേഹം വാത്സല്യം മനസ്സിലാക്കി ഭഗവാൻ സ്വയം കെട്ടിക്കൊടുക്കുകയാണ്. ഭഗവാൻ സ്വയം യശോദാമ്മയുടെ ആ ഭക്തിയുടെ മുമ്പിൽ ഭഗവാൻ കീഴടങ്ങുകയാണ്. അങ്ങനെ ഭഗവാൻ സ്വയം കെട്ടുകയാണ്. അങ്ങനെ കെട്ടി അങ്ങനെ ഉരലിൽ ബന്ധിതനായിട്ടിരിക്കും. അപ്പോഴേക്കും ബലരാമസ്വാമി വന്നിട്ട് പറയും, കൃഷ്ണ വാ കളിക്കാൻ പോവാം. അപ്പം പറയും, ചേട്ടാ കണ്ടില്ല എന്നെ കെട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലേ, നിന്നെ കെട്ടാൻ പറ്റിയ കയർ ഈ ലോകത്തുണ്ട്, നീയല്ലേ എല്ലാവരെയും കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാവരെയും ബന്ധനത്തിലാകുന്ന ഭഗവാനാണ്, നീയല്ലേ എല്ലാവരെയും മോചിപ്പിക്കുന്നത്. അപ്പം നിന്നെ കെട്ടാനായിട്ട് ഏതെങ്കിലും കയറുണ്ടോ? അന്നേരം ഭഗവാൻ പറഞ്ഞു, ഇത് അങ്ങനത്തെ കയറൊന്നും അല്ല ചേട്ടാ, ഇത് അമ്മയുടെ സ്നേഹത്തിൻ്റെ കയറാണ്, എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശരി ഞാൻ പറഞ്ഞു നോക്കാം, ചേട്ടൻ ചെന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ യശോദ അമ്മയടുത്ത് പറഞ്ഞു, യശോദാമ്മേ അമ്മയ്ക്കറിയാം ആരെയാണ് അമ്മ കെട്ടിയിരിക്കുന്നതെന്ന്. ഇദ്ദേഹമാണ് നരസിംഹമായിട്ട് വരുന്നത്, ഇദ്ദേഹമാണ് വരാഹമായിട്ട് വരുന്നത്, ഇദ്ദേഹമാണ് മത്സ്യമായിട്ട് വരുന്നത്, ഇദ്ദേഹമാണ് ശ്രീരാമസ്വാമി.
എന്നൊക്കെ പറഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരിപാലനം ചെയ്യുന്ന ആളാണ്, എല്ലാ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്ന ആളാണ് ബലരാമസ്വാമി. അപ്പം യശോദാമ്മ പറഞ്ഞ ആരായാലും ശരി അതെല്ലാം വീട്ടിന് പുറത്ത്, ഇപ്പൊ എൻ്റെ മോനാണ് അവൻ, ഇനി നീ എന്തെങ്കിലും പറയാൻ നിന്നെയൊക്കെ പിടിച്ച് കെട്ടൂന്ന് പറഞ്ഞു. അപ്പൊ ബലരാമസ്വാമി ചെന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ, നീ തന്നെ എങ്ങനെയെങ്കിലും ഇതിൽ രക്ഷപ്പെടാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ബലരാമസ്വാമി ഓടുകയാണ്. യശോദ മയ്യാക്കി ജോയ്. അപ്പം ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോൾ ഈ അവസ്ഥയിൽ എന്ത് കുസൃതി ചെയ്യാം, അതാണ് ഭഗവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ മെല്ലെ പോയി ആ മരത്തെ ഒന്ന് തൊട്ടാൽ പോരെ, ഉടനെ അവർക്ക് മോക്ഷം കിട്ടത്തില്ലേ. പക്ഷെ അത് പറ്റില്ല. എന്തെങ്കിലും എന്തെങ്കിലും ഒരു രസം വേണം ഭഗവാൻ, എപ്പോഴും ത്രില്ല് വേണം. ഉടനെ ഭഗവാൻ എന്ത് ചെയ്ത് ഈ ഈ ഉരലും വലിച്ചുകൊണ്ട് പോവുകയാണ്. അത് ഉരലിൻ്റെ ഭാരം എന്താ, ഭഗവാന്റെ പ്രായം എന്താ, ഭഗവാനാണ്, പക്ഷെ എന്നാലും ആ പ്രായം വെച്ച് പോകണം. എന്നാലും ഉരലിങ്ങനെ വലിച്ച് കറക്റ്റ് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ഒറ്റ വലി ഠാപ്പെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ മരമാണ്, ഭയങ്കര ഹൈറ്റിലുള്ള മരമാണ്, ഭയങ്കര ഒരു 10 ആളിങ്ങനെ റൗണ്ടിന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത്രയും വലിപ്പം കാണും, ആ മരത്തിൻ്റെ കനം കാണും. ആ മരമാണ് 2 മരങ്ങളാണ് ഠപ്പെന്ന് പറഞ്ഞ് വീണത്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്ന് 2 നളകുബേര മണിഗ്രീവന്മാരും പുറത്ത് വന്നിട്ട് ഭഗവാനോട് ഒരുപാട് നന്ദി പറയുകയാണ്. എന്നിട്ട് നാരദ മഹർഷി നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ സത്യവ്രത മുനി പറയുന്നു, ദാമോദര, അങ്ങ് കുബേരൻ്റെ 2 മക്കൾ നളകുബേരനും മണിഗ്രീവനും എങ്ങനെയാണോ കാരുണ്യം നൽകിയത്, അതേപോലെ നാരദ മഹർഷിയുടെ ശാപത്തിൽ നിന്ന് രക്ഷിച്ച് അവരെ വലിയ ഭക്തരാക്കി മാറ്റുന്നത്, അതേപോലെ അങ്ങ് എനിക്കും പ്രേമഭക്തി നൽകണമേ. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒരു തരത്തിലുള്ള അനുഗ്രഹവും മോക്ഷവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ വേണ്ടത്? പ്രേമഭക്തി. ഇനി അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദാമോദര, ഞാൻ അങ്ങയുടെ ആ കയറിനെ നമസ്കരിക്കുന്നു. അങ്ങയുടെ ഉദരത്തിൽ ബന്ധിച്ചിരിക്കുന്ന ആ കയറിനെ. കാരണം ആ കയറിനും ഒരു ഭാഗ്യം നോക്കണേ, ഭഗവാന്റെ അരയിൽ കെട്ടി ഇങ്ങനെ നിൽക്കാനായിട്ട് അല്ലേ നമ്മളെല്ലാവരും കൊതിക്കുന്നു, ഭഗവാനെ ഒന്ന് ആലിംഗനം ചെയ്യാനായിട്ട്. അന്നേരം ആ കയറിനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, അങ്ങയുടെ ആ ഉദരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ കയറിനെ ഞാൻ നമസ്കരിക്കുന്നു, അങ്ങയുടെ ഉദരത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ആധാരമായി ബ്രഹ്മാണ്ടം മുഴുവൻ ഇരിക്കുന്ന അങ്ങയുടെ ഉദരത്തിലാണ്. ആ ഉദരത്തെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങ് ശ്രീമതി രാധാറാണിയുടെ പ്രിയപ്പെട്ട ആളാണ്. രാധികായി പ്രിയായി, രാധികയുടെ പ്രിയപ്പെട്ട ആളല്ലേ അങ്ങ്. അങ്ങേക്ക് വീണ്ടും വീണ്ടും ഇവിടെ രാധാറാണി എന്ന് പറയുന്നത് എന്തിനാണ്? അതായത് കയറിൽ കെട്ടിയില്ലേ, അതേപോലെ കൃഷ്ണനെ കെട്ടിപ്പിടിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. രാധാറാണിക്ക് മാത്രമേ ഇങ്ങനെ ടൈറ്റായിട്ട് കൃഷ്ണനെ കെട്ടിപ്പിടിക്കാൻ പറ്റൂ. അപ്പോൾ ആ കയറിനെ ഞാൻ നമസ്കരിക്കുന്നു, ആ ഉദരത്തെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങയുടെ രാധാറാണിയുടെ പ്രിയപ്പെട്ട ആളാണ് അങ്ങ്. രാധികായി പ്രിയായി ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഭഗവാനെ, ഇത്രയും ലീലകൾ ചെയ്യുന്ന അങ്ങേക്ക് നമസ്കാരങ്ങൾ. ഇതാണ് ദാമോദരാഷ്ടകം. ഇത്ര മനോഹരമാണല്ലേ. അപ്പോൾ ആരാണോ രാവിലെയും വൈകിട്ടും ഈ ഒരു ദാമോദരാഷ്ടകം പാടുന്നത്, നെയ്വിളക്ക് ഭഗവാനെ സമർപ്പിക്കുന്ന അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ഹരേ കൃഷ്ണ. ഇതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും നമുക്ക് സത്സംഗത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ, യശോദാമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ, ദാമോദരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ, രാധാറാണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് നമുക്കിനി കാണാം. ഹരേ കൃഷ്ണ.